സോ ഗുഡ് ഈവനിങ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ അതുപോലെ ഹോളിസ്റ്റിക് ഹെൽത്തിൻ്റെ ദിവസമാണ്. ഹോളിസ്റ്റിക് ഹെൽത്ത് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം, സ്ട്രെസ്സ്, ലൈഫിൻ്റെ സ്പാന്, മൈൻഡ്ഫുൾനെസ്, ഇതെല്ലാം വരും. അതിൻ്റെ കൂടെ ഇന്നൊരു പുതിയ എലിമെൻറ്റും കൂടെ. ഇതൊരു പുതിയ എലിമെൻ്റ് അല്ല, എനിക്ക് തോന്നുന്നു പരഭാഷ ഇളങ്കോ സാറിൻ്റെ ഭാഗത്ത് നിന്ന് ഈ ഒരു വാക്ക് കൃത്യമായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട്. സ്വല്പം കേൾക്കാം. സോ നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം പ്രിയപ്പെട്ട ഇളങ്കോ സാറിനെ. ഇളങ്കോ സാർ, യു ആർ വെൽക്കം. താങ്ക് യു സാർ. താങ്ക്സ് എ ലോട്ട്. ഞാൻ എന്നും പോലെ മൈൻഡ്ഫുൾനെസ്സിൻ്റെ ഉള്ള സയൻറ്റിഫിക് ബേസ്ഡ് മൈൻഡ്ഫുൾനെസ് ആണ് ബേസിക്കലി ഞാൻ പഠിച്ചത്. അപ്പം പലരും പല മൈൻഡ്ഫുൾനെസ് ചെയ്യാറുണ്ട്. യോഗയിൽ കൂടെ മൈൻഡ്ഫുൾനെസ് എന്ന് പറയും, അല്ലെങ്കിൽ ചിലർ വെറുതെ കുറേ ബ്രീത്തിങ് എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ അത് മൈൻഡ്ഫുൾനെസ് ആയിട്ട് മാറി എന്നൊക്കെ പറയും. ഹവർ ഞാൻ എന്നും പറയുന്ന ഒരു വാക്കുണ്ട്, മൈൻഡ്ഫുൾനെസ് വെറും 7 വാക്കുകളിൽ ഒതുക്കി തന്നതാണ് നമ്മുടെ ജോൺ കബട്സൺ എന്ന് പറയുന്ന ആള്. അത് സിമ്പിൾ വേർഡുകളാണ്: അവെയർ, അറ്റൻഡ്, മൊമെന്റ് ടു മൊമെന്റ് എക്സ്പീരിയൻസ് വിത്തൗട്ട് പ്രീ ജഡ്ജ്മെന്റ് ആൻഡ് വിത്ത് കമ്പാഷൻ, ബിഗിനേഴ്സ് മൈൻഡ്, ലെറ്റ് ഗോ. ഇത്രയേ ഉള്ളൂ. 7 വാക്കുകൾ കൊണ്ട് അദ്ദേഹം എടുത്തു. പക്ഷെ ഓരോരോ വാക്കുകളും ഒരു വർഷത്തോളം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. അത് എങ്ങനെയെന്ന് പറഞ്ഞാൽ, ഈ പർട്ടിക്കുലർ വാക്കിന് അല്ലെങ്കിൽ ഞാൻ ചില സമയങ്ങളിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. 5ാം ക്ലാസ്സുകാരൻ ഒരു മാത്സിന് വായിക്കുന്നത് 3+5 എന്ന് പറഞ്ഞാൽ 8 എന്ന് പറയുന്നത് സിമ്പിളറാണെന്ന് പറയും. ഒരു 12ാം ക്ലാസ്സുകാരൻ 3+5 8 എന്ന് പറയുന്നതിന് ഇടയ്ക്ക് എത്ര നമ്പേഴ്സ് ഉണ്ടെന്ന് കഴിഞ്ഞാൽ വെറും 3നും 5നും ഇടയ്ക്ക് 2 നമ്പർ എന്ന് 5ാം ക്ലാസ്സുകാരൻ പറഞ്ഞപ്പം 12ാം ക്ലാസ്സുകാർ എത്രയോ നമ്പേഴ്സ് എന്ന് പറയും. അത് ഡിഗ്രിയിൽ വരുമ്പോൾ വേറെ എത്രയോ നമ്പേഴ്സ് എന്ന് പറയും. അതേപോലെയാണ് ഈ മൈൻഡ്ഫുൾനെസ് ഓരോരോ വാക്കുകളിലും. അപ്പം വാക്കുകൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് വേണ്ടി കുറേ എക്സ്പ്ലോർ ചെയ്യണമായിരുന്നു. അങ്ങനെ എക്സ്പ്ലോർ ചെയ്തുകൊണ്ട് പോകുമ്പോഴാണ് ഞാൻ ഓരോരോ ചെറിയ ചെറിയ ഏരിയ അല്ലെങ്കിൽ ഹ്യൂമൻ ബോഡിയിൽ ഓരോരോ എൻസൈംസ് അല്ലെങ്കിൽ ഓരോരോ ചെറിയ ഗ്ലാൻസ്, അതല്ല പാർട്സ്, ഇങ്ങനെ ഓരോന്നിനും കൂടെ കണ്ടെത്താൻ ശ്രമിക്കുന്നത്. അപ്പോൾ റീസെൻ്റ്ലി ഞാൻ ഒരു ടോപ്പിക്ക് വായിച്ചുകൊണ്ട് പോയപ്പോഴാണ് ഈ സ്ട്രെസ്സാണ് മനുഷ്യനെ കൊല്ലുന്നത്, മനുഷ്യൻ അല്ലാതെ ആക്കുന്നത്, അല്ലെങ്കിൽ മനുഷ്യന് നമ്മൾ കൊടുക്കുന്ന മൃഗം എന്ന് പറയുന്ന മൃഗങ്ങളെല്ലാം ആക്ച്വലി നല്ല സാധനങ്ങളാണ്, വെരി സ്വീറ്റ് ഹാർട്ടഡ് ആണ്. പല ആൾക്കാർ, ഈവൻ നമ്മുടെ മഹാരാഷ്ട്രയിൽ ദാദാ, അദ്ദേഹത്തിൻ്റെ പേര് മറന്നു പോയല്ലോ, ഒരു പാർട്ടിയുടെ ചീഫായിരുന്നു സാർ. പുലിയാണ് വീട്ടിൽ വളർത്തിക്കൊണ്ടിരുന്നത്, അദ്ദേഹം കയ്യിൽ വെച്ചോണ്ടിരുന്നത്. അദ്ദേഹത്തിൻ്റെ പേരെന്താണ് സാർ? അയ്യോ, വരുന്നില്ലല്ലോ. ഇപ്പൊ പെട്ടെന്ന് ഓർമ്മ MLA. വരുന്നില്ല. പെട്ടെന്ന് ഓർമ്മ വരുന്നില്ല. അതെ അതെ, കറക്റ്റ്. അല്ല, അവരുടെ പാർട്ടി മറ്റേ മഹാരാഷ്ട്ര മാത്രമേ ജീവിക്കാവെന്ന് പറയുന്ന ഒരു പാർട്ടിയാണ്. ആ പാർട്ടിയുടെ പോട്ട് അദ്ദേഹം ശിവസേനയല്ലേ സാർ? ശിവസേന പാർട്ടിയുടെ ചീഫ്, എസ്വെൽ ചീഫ്, ഈസ് നോ മോർ. അദ്ദേഹം താക്കറെ. യെസ് സാർ, ബാൽ താക്കറെ. ബാൽ താക്കറെ വളർത്തിയത് പുലിയാണ്. പുലി നമ്മളെല്ലാം ഭയങ്കര ആക്രോശം പിടിച്ചതെന്ന് പറയുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ പെറ്റ് അനിമൽ എന്ന് പറയുന്നു. അപ്പോൾ നമ്മൾ ഓരോന്നും ചിന്തിക്കുന്നതും നമ്മൾ കൊടുക്കുന്ന ഡെഫിനിഷനാണ് മെയിൻ ഇമ്പോർട്ടൻസ് എന്ന് മനസ്സിലായി. ഇപ്പോൾ ഈ സൂയിൽ ചെല്ലുവാണെങ്കിൽ, സൂയിൽ മൃഗങ്ങളെ പരിപാലിക്കുന്ന ആൾക്കാർ എല്ലാ മൃഗങ്ങളും, വെദർ ഇറ്റ് ഇസ് സ്നേക്ക്, വെദർ ഇറ്റ് ഈസ് ഡേഞ്ചറസ് ലയൺ ഓർ ടൈഗർ, അവർ സ്മൂത്തറായിട്ട് സ്നേഹപൂർവ്വം അതിൻ്റെ കൂടെ നടക്കുന്നു. ഇതെല്ലാം അതിലിരുന്ന് ഒരു അർത്ഥം എനിക്ക് മനസ്സിലായി. ഹൗ ഡു യു വിഷ്വലൈസ് ദേ ആൾസോ ട്രൈ ടു ഡു ദ സെയിം ആക്ഷൻ, ആർ എവറി ആക്ഷൻ ഹാസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്ന് പറയുന്ന ന്യൂട്ടൺസ് 3rd ലൈന് നമ്മൾ ഇതിനെ പ്രയോഗിപ്പിക്കുകയാണെങ്കിൽ ഇറ്റ് കംസ് സിമിലർ ടു ദാറ്റ്. അപ്പം ഇഫ് യു ലവ് അതേഴ്സ്, അതേഴ്സ് വിൽ ലവ് യു. ഇഫ് യു ആർ കാമർ, എവറിബഡി, ദ എൻവയോൺമെന്റ് വിൽ ബി കാമർ ടു യു. ഇഫ് യു ആർ അഗ്രസീവ്, ദ എൻവയോൺമെന്റ് വിൽ ബിക്കം അഗ്രസീവ്. ഇഫ് യു ആർ അപ്സെറ്റ്, ദ എൻവയോൺമെന്റ് വിൽ ഗെറ്റ് അപ്സെറ്റ്. ഇതാണ് സിമ്പിളറായിട്ട് ഇതിലിരുന്ന് പറയാൻ ഉദ്ദേശിച്ചത്. അപ്പം മൈൻഡ്ഫുൾനെസ് ഇസ് നത്തിങ് ബട്ട് മേക്കിംഗ് യു കാമർ.
ഈ കാം എങ്ങനെ വരും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഹാപ്പി ഹോർമോൺസ് 4 ഉണ്ട്. യു ആൾ നോ ദാറ്റ്. ഈ 4 ഹാപ്പി ഹോർമോൺസിനെ കടത്തി വെട്ടാൻ ഒരു കോർട്ടിസാൽ ഒരു വല്ലാത്ത ഒരു സാധനമാണ്. അതാണ് നമ്മളെ കൂടുതലും പ്രശ്നക്കാരനായിട്ട് മാറ്റുന്നത്. അല്ലെങ്കിൽ നമ്മുടെ ഹാപ്പി ഹോർമോൺസ് ഡോപ്പമിൻ, ഓക്സിറ്റോസിൻ, സെറട്ടോണിൻ, എൻഡോർഫിൻ 4 സാധനം വളരെ സ്മൂത്തറും നല്ല രീതിയിൽ നമ്മളെ ഹാപ്പിയറാക്കുമ്പോൾ നമ്മളെല്ലാം മുഖത്തിൽ നല്ലൊരു പുഞ്ചിരി കാണിക്കും. പുഞ്ചിരി കാണിച്ച് കരോൺ കാണിക്കുമ്പോൾ നമുക്ക് ഈവൻ ഏജിങ് എഫക്റ്റ് വരത്തില്ല. നമുക്ക് പ്രായം പെട്ടെന്ന് വരാതെ പിടിച്ചു നിർത്താൻ പറ്റും. ഈവൻ അറ്റ് ദ ഏജ് ഓഫ് 90 യു ക്യാൻ ബി ആസ് യങ്ങർ ആസ് 45 years old or 50 years old മാൻ. ഇതെല്ലാം നമ്മുടെ സയൻസ് പറഞ്ഞു തരുന്നുണ്ട്. ബട്ട് എവരിവെയർ ദേ സേ ദാറ്റ് സ്ട്രെസ് കുറെ കാലം വന്നാൽ you are being pushed further to depression. When you go to depression or when you have prolonged stress, your body will not tolerate that and body will start shrink. അല്ലെങ്കിൽ body will have its impact. ആ ഇമ്പാക്റ്റ് കൊണ്ട് നമ്മുടെ ലൈഫ് സ്പാൻ അല്ലെങ്കിൽ നമ്മുടെ ജീവിതകാലം ചുരുങ്ങിപ്പോകും. ഇതാണ് നോർമലി മെഡിക്കൽ തിയറി ആർ സയൻറ്റിസ്റ്റ് ആർ സേയിങ് ഇറ്റ്. അതിനകത്ത് 100% ശരിയാണ്, തെറ്റെന്ന് ആരും പറഞ്ഞിട്ടില്ല ഇപ്പോൾ വരെ. എയ്തർ ജോത്സ്യൻ, അതല്ലെങ്കിൽ സയൻറ്റിസ്റ്റ്, അതല്ലെങ്കിൽ ജസ്റ്റ് അസ്ട്രോളജർ, ആർ എൽ പ്രിഡിക്റ്റിംഗ് പീപ്പിൾ, യു ടേക്ക് ഇൻ എനി ഫോം, എവരിബഡി സേസ് ദാറ്റ് സെയിം തിങ്. നീ ഹാപ്പിയർ ആയിരുന്നാൽ കുറച്ചു കാലം കൂടെ ജീവിക്കാൻ പറ്റും. നീ ഒരുപാട് പ്രോബ്ലത്തിൽ വീഴുവാണെങ്കിൽ യു കനോട്ട് ലീവ്. യുവർ ലൈഫ് സ്പാൻ, നിങ്ങളുടെ ലിവിങ് ഇയേഴ്സ് ഷോർട്ടൺ ആകും. ഇതാണ് എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നത്. സോ ഞാൻ ആ ഏരിയയിലോട്ട് കുറച്ച് നോക്കുമായിരുന്നു. വൈ ദേ സേ ദാറ്റ്, ആർ വാട്ട് ഈസ് ആക്ച്വൽ ആക്ഷൻ അക്കറിങ് ഇൻ അവർ ബോഡി ബൈ വിച്ച് വി കട്ടൈൽ അവർ ലൈഫ് സ്പാൻ ബൈ ഹാവിങ് സ്ട്രെസ്. അതല്ലെങ്കിൽ വിത്തൗട്ട് സ്ട്രെസ് എ പേഴ്സൺ ക്യാൻ ലിവ് ലോങ്ങർ. ഇതെന്താണ്? വൈ ഡു ദേ സേ സോ? ആക്ച്വലി വാട്ട് ഈസ് എ റിയാക്ഷൻ സംഭവിക്കുന്നു ഞാൻ കുറച്ച് ചെറിയ തോതിൽ എക്സ്പ്ലോർ ചെയ്യാൻ ശ്രമിച്ചപ്പോഴാണ്, ഐ ഹവ് നോട്ട് ഡൺ ഫുൾ ആൻഡ് ഫുൾ, ബട്ട് ഒരു ഹാഫ് ദ വേ ചെയ്തു വന്നപ്പോഴാണ് എനിക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലായി. ആ കുറേ കാര്യങ്ങൾ മനസ്സിലായത് ഞാനൊരു എല്ലാം വാക്കാൽ പറഞ്ഞാൽ പോരാന്ന് പറഞ്ഞിട്ട് ഞാനൊരു PPT ഉണ്ടാക്കി. ഐ വിൽ ഷോ ഇറ്റ്. I hope that I have permission to share that. Slideshow from the beginning. Yeah. Right. കാണാൻ പറ്റുന്നുണ്ടോ സർ? കാണാം. യെസ്. ഓക്കെ. അങ്ങനെ ഇതാണ് ഈ പ്രീഫേസ്. ഇതിനകത്ത് ഞാൻ ആക്ച്വലി നമുക്ക് എപ്പോഴും മനസ്സിലായ ഒരു വാക്കാണ് സ്ട്രെസ്സും മൈൻഡ്ഫുൾനെസ്സും. സ്ട്രെസ്സിന് മൈൻഡ്ഫുൾനെസ് കൊണ്ട് നല്ലിഫൈ ചെയ്യാൻ പറ്റും. നല്ലിഫൈ ചെയ്താൽ നമ്മുടെ ലൈഫ് സ്പാൻ കുറച്ചുകൂടെ സ്മൂത്തറായിട്ടും നന്നായിട്ട് കൊണ്ടുപോകാൻ പറ്റും. ബട്ട് ഇത് കൊണ്ടുപോകാൻ വേണ്ടി പറ്റുമെന്ന് പറഞ്ഞാൽ എൻഡ് റിസൾട്ട് ഈസ് സെയിം. സ്ട്രെസ്സിനെ കുറച്ചാൽ മൈൻഡ്ഫുൾനെസ്സിൽ കൂടെ. സ്ട്രെസ് ക്യാൻ ബി റെഡ്യൂസ്ഡ് ഇൻ ഡിഫറെൻറ്റ് വേസ്. ദാറ്റ് ദ ബെസ്റ്റ് വേ ആർ ബെറ്റർ വേ ഈസ്, ഐ വിൽ സേ ദാറ്റ് ബെറ്റർ വേ ഈസ് മൈൻഡ്ഫുൾനെസ്. അപ്പോൾ മൈൻഡ്ഫുൾനെസ്സിൽ കൂടെ അല്ലെങ്കിൽ യോഗയിൽ കൂടെ അല്ലെങ്കിൽ മെഡിറ്റേഷനിൽ കൂടെ അല്ലെങ്കിൽ ഫിസിക്കൽ എക്സസൈസിൽ കൂടെ, വാട്ട് എവർ യു കോൾ ഇറ്റ്, യു ക്യാൻ റെഡ്യൂസ് ദ സ്ട്രെസ്. സ്ട്രെസ് റെഡ്യൂസ് ചെയ്യാൻ 7-8 മാർഗങ്ങളുണ്ട്. അതിനകത്ത് ഒരു ബെറ്റർ മാർഗമാണ് അല്ലെങ്കിൽ വെരി റിനൗഡ് മാർഗമാണ് മൈൻഡ്ഫുൾനെസ്. Mindfulness is nothing but living in the present. So what do you actually do it? When you live in the present, you detach your past as well as you don't think about or detach your future. When you live in the present, you think of only the present condition. When you think of the present condition, you don't expect anything in the future. ഇത് അങ്ങനെ വരുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ സ്മൂത്തറായിട്ട് ജീവിക്കാമെന്ന് പറഞ്ഞു. പക്ഷേ ഇതിനിടയ്ക്ക് ഒരു നല്ലൊരു വാക്കാണ് ഞാൻ കണ്ടെത്തിയത്, ടിലോമെയർ. ഈ ടിലോമെയർ എന്ന് പറയുന്ന ഒരു സാധനമാണ് നമ്മളെ യഥാർത്ഥത്തിൽ സ്ട്രെസ് വേണോ, സ്ട്രെസ് വന്നെങ്കിൽ എന്ത് സംഭവിക്കും, സ്ട്രെസ്
വന്നില്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് പറഞ്ഞു തരുന്നതാണ്. അതാണ് ആക്ച്വലി ദ ഇൻ പ്രോസസ്സിൽ കൂടെ പോകുന്ന ഈ ടിലോമിയർ പ്ലേസ് എ വൈറ്റൽ റോൾ. ബട്ട് എൻഡ് റിസൾട്ട് എന്ന് പറഞ്ഞാൽ സ്ട്രെസ്സിനെ നമ്മൾ അവോയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ ലൈഫ് സ്പാൻ കൂടും. സ്ട്രെസ് നമ്മളെ കുറച്ചുകൂടെ പുഷ് ചെയ്തുകൊണ്ടിരുന്നാൽ നമുക്ക് ലൈഫ് സ്പാൻ കുറച്ച് കുറയും. അപ്പം സ്ട്രെസ്സിനെ കുറയ്ക്കാൻ എടുക്കുന്ന മെത്തഡോളജി ഐ നോർമലി പ്രിഫർ മൈൻഡ്ഫുൾനെസ്. ആർക്ക് എന്ത് വേണമെങ്കിലും എടുക്കാം. ഈ മെത്തഡോളജീസിൽ ഒരു ബെറ്റർ മെത്തഡോളജിയാണ് മൈൻഡ്ഫുൾനെസ് ആസ് ഓഫ് നൗ. ഫ്യൂച്ചറിൽ എന്ത് സംഭവിക്കുമെന്ന് അറിഞ്ഞൂടാ. സോ ഞാൻ ഈ ടിലോമിയറിനെ കുറിച്ച് പറഞ്ഞുതരാം. ടിലോമിയേഴ്സ് ആർ പ്രൊട്ടക്റ്റീവ് റിപ്പിറ്റേറ്റീവ് DNA ക്യാപ്സ്. ഈ DNA ക്യാപ്പിന് TTAGGG എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത്. അതാണ് ഈ TACG എന്ന് പറഞ്ഞ 4 ബേസിക് ന്യൂട്രിയൻ സാധനങ്ങളാണ് ഈ DNA ഉള്ളത്. അപ്പം അതെന്താണെന്ന് പിന്നെ പറഞ്ഞുതരാം പോകുന്ന വഴിക്ക്. ലൊക്കേറ്റഡ് അൺ ദ എൻഡ്സ് ഓഫ് ദ ലീനിയർ ക്രോമസോം. അപ്പോൾ ക്രോമസോം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയണം, DNA എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയണം, ക്യാപ്പ് എന്താണെന്ന് അറിയണം. ഇതാണ് നമുക്ക് ആക്ച്വലി ഇപ്പോഴുള്ള ആവശ്യം. ഇത് എന്ത് സംഭവിക്കുന്നത്? ടിലോമിയർ ആക്ടിങ് ലൈക്ക് എ പ്ലാസ്റ്റിക് ടിപ്സ് ഓൺ എ ഷൂ ലേസ് ടു പ്രിവെന്റ് ജെനറ്റിക്കൽ ഡീഗ്രഡേഷൻ, ഫ്യൂഷൻ ആർ ഫ്രൈയിങ്. അപ്പോൾ നമ്മുടെ ഷൂ ലേസ് ബാറ്റയിലോ എവിടെ ചെന്ന് വാങ്ങിക്കുമ്പോൾ നോർമലി ഒരു നൂല് നിറ്റഡ് ആയിരിക്കും. ആ അറ്റത്ത് ഒരു പ്ലാസ്റ്റിക് ക്യാപ്പ് വച്ച് ഈ ഷൂ ലേസ് വിരിഞ്ഞു പോകാതിരിക്കാനോ അല്ലെങ്കിൽ പൊട്ടിപ്പോകാതിരിക്കാനോ ചെയ്തിരിക്കുന്ന ഒരു ടിപ്പിൽ പ്ലാസ്റ്റിക് വെച്ച് കൂട്ടി മെൽറ്റ് ചെയ്ത് സോഫ്റ്ററായിട്ട് സ്ട്രോങ്ങറായിട്ട് ആക്കി വെച്ചിരിക്കും. ഇതിൻ്റെ തുല്യമായിട്ടാണ് നമ്മുടെ ഈ ക്രോമസോമിൻ്റെ എഡ്ജിൽ അറ്റത്ത് ഒരു ക്യാപ്പ് പിടിപ്പിച്ചിട്ടുണ്ട്. ആ ക്യാപ്പ് ഈസ് സോ കോൾഡ് ടെലോമർ. ഓക്കെ, ദേ എൻഷുർ genomic stability but shortened with each cell division, acting as a molecular timer for cellular senescence. സെനസിൻ എന്ന് പറയുന്നത് സെല്ലുകളെല്ലാം ചത്തു പോകുന്നതിനാണ് അല്ലെങ്കിൽ ഡെഡ് സെല്ലായിട്ട് മാറുന്നതിനാണ് സെനസിൻ എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ഏജിങ് ഇങ്ങനെ വരുന്ന ഒരു സാധനത്തിന് ആണ്. അപ്പോൾ ഇനി ഞാൻ പറഞ്ഞുതരാം വാട്ട് ഈസ് ക്രോമസോം. നമ്മൾ ആക്ച്വലി ടെലോമിയറിനെ കുറിച്ച് പറഞ്ഞു. ടെലോമിയറിനെ ആണെങ്കിൽ വി ഷുഡ് നോ ദാറ്റ് റിപ്പിറ്റേറ്റീവ് DNA ആൻഡ് DNA ക്യാപ്പ് എന്ന് പറഞ്ഞു. ദെൻ അത് എവിടെയാണ് ഉള്ളതെന്ന് പറഞ്ഞാൽ ലൊക്കേറ്റഡ് അറ്റ് ദ എൻഡ്സ് ഓഫ് എ ക്രോമസോം എന്നാണ് പറയുന്നത്. അപ്പോൾ ക്രോമസോം എന്താണെന്ന് അറിയും. അപ്പം പിന്നെ അത് മാത്രമല്ല, ഈ ഇതിനിടയ്ക്ക് നമ്മൾ സെല്ലുലർ എന്ന് പറയുന്ന സെല്ലിനെ കുറിച്ച് പറയുന്നത്. അപ്പം വാട്ട് ഈസ് സെൽ, വാട്ട് ഈസ് ക്രോമസോം, വാട്ട് ഈസ് DNA, വാട്ട് ഈസ് DNA ക്യാപ്പ്, ഇത്രയും കൂടെ ഞാൻ പറഞ്ഞുതരാം. ഫൈൻ. നൗ പിക്ചർ എല്ലാവരും കൂടെ ഒന്ന് നോക്കുക. ഒരു മനുഷ്യന് മില്യൺസ് ഓഫ് സെൽസ് ചേർന്നിട്ടാണ് നമ്മുടെ ബോഡി ഉള്ളത്. ഈ സെൽസ് എന്ന് പറഞ്ഞാൽ വെദർ യു ടേക്ക് യുവർ യൂട്രസ്, വെദർ യു ടേക്ക് യുവർ ബ്രെയിൻ, വെദർ യു ടേക്ക് യുവർ ഐസ്, വെദർ ഹാൻഡ്, വെദർ ഫിംഗർ, എനിത്തിങ്, ഇതെല്ലാം സെൽസ് കൊണ്ട് ചേർന്നതാണ്. സെൽസിൻ്റെ കോമ്പിനേഷൻ ഓഫ് സെൽസ് ആണ് ഈ ഹ്യൂമൻ ബോഡി. അപ്പം സെൽസ് മോളിക്യൂൾസ് ആയിട്ട് മാറും, മോളിക്കുലർ ഡിസൈൻസ് ആയിട്ട് മാറും, ഈ ഫർദർ ആയിട്ട് പോകുന്നു വെച്ച് കൊടുക്കുക. ഇനിഷ്യലി ഒരു സെല്ലിന് മാത്രം എടുക്കുക. ഒരു സെല്ല് അതെന്ന് പറഞ്ഞാൽ 1/1 മില്യൺ എന്നാണ് പറയുന്നത്. അത്രയ്ക്കും ചെറിയ ഒരു സാധനമാണ്. അത് മൈക്രോസ്കോപ്പിൽ കൂടെ കണ്ടാൽ ഈ സെല്ല് കാണുന്നത് എങ്ങനെയായിരിക്കും എന്ന് പറഞ്ഞാൽ സെല്ലിന് നടുക്കുള്ള ഒരു സാധനമാണ് ന്യൂക്ലിയസ്. ഈ നടുക്കുള്ള സാധനത്തിൻ്റെ സൈഡിൽ കൂടെ കുറേ സാധനങ്ങൾ കാണും. ഈ എക്സ് ആയിട്ട് കിടക്കുന്നത് ഒരു ബണ്ടിൽ പോലത്തെ കാണുന്നുണ്ടോ, ദേ ആർ സെഡ് ടു ബി ക്രോമോസോംസ്. ഈ ക്രോമോസോംസ് ആണ് ആക്ച്വലി നമ്മുടെ DNA എന്ന് പറയുന്നത് ഡൈന്യൂക്ലിക് ആസിഡ്സ്. അപ്പം ഇതിന് ക്യാരി ചെയ്യുന്നു. ഇതാണ് ഒരു മനുഷ്യൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഡിസൈൻ ചെയ്യുന്നത്, അല്ലെ ഡിഫൈൻ ചെയ്യുന്നത്. ഒരു മനുഷ്യൻ്റെ മീൻസ് എൻ്റെ ഫാദറിൻ്റെ, എൻ്റെ മദറിൻ്റെ അല്ലെങ്കിൽ എൻ്റെ അപ്പൂപ്പൻ്റെ സെയിം ക്യാരക്ടറിസ്റ്റിക്സിനെ കൊണ്ടുവരുന്ന ഒരു സാധനമാണ് ക്രോമോസോം എന്ന് നമ്മൾ പറയുന്നത്. അതാണ് ഈ ക്രോമോസോമിനെ പൊട്ടിക്കുകയാണെങ്കിൽ ജീൻസ് കാണും. ഈ ജീൻസ് എന്ന് പറഞ്ഞാൽ വല പോലെ ഇവിടെ പല കളറുകളിൽ വെച്ചിരിക്കുന്നുണ്ട്, മഞ്ഞ, പച്ച, ചുവപ്പ് എന്ന്. ഇതാണ് TAGEC എന്ന് പറയുന്നത് 4 സാധനങ്ങളായിട്ട് അവർ കാണിച്ചു തന്നിരിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ഇനി ഫർദർ ഞാൻ കുറച്ചുകൂടെ പറഞ്ഞുതരാം. ഇതാ ഒരു സെല്ലുണ്ട്. ഒരു സെല്ല് എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെയാണ്, നടുക്ക് ഒരു റൗണ്ട് സാധനം കാണും.
ആ നടുക്കുള്ള സാധനത്തിന് ന്യൂക്ലിയസ് എന്ന് നമ്മൾ പറയും. ഈ ന്യൂക്ലിയസിനകത്ത് കുറേ എക്സ് ആയിട്ട് കിടക്കുന്നുണ്ട്. ആ സാധനത്തിനാണ് നമ്മൾ ക്രോമസോം എന്ന് പറയുന്നത്. ഈ ക്രോമസോമിന് 4 എന്താ പറയുക വിങ്സ് പോലെ ഉണ്ടെങ്കിലും ഇതിന് ഓരോന്നിനകത്തും ഈ ലൂപ്പിംഗ് ചെയ്ത സാധനമുള്ളതാണ് DNA. അപ്പോൾ ആ DNA ഫർദർ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഏണിപ്പടി പോലെ ഒന്ന് കാണുന്നുണ്ട്. ഇതാണ് ആക്ച്വലി ദ കൺസ്ട്രക്ഷൻ ഓഫ് സെൽസ്. സിമ്പിൾ. ഇനി താഴത്തെ പിക്ചർ നോക്കുവാണെങ്കിൽ ക്രോമസോം എന്ന് പറയുന്നത് തന്നെ ഒരു നൂല് കൊണ്ട് ഇങ്ങനെ പിന്നിപ്പിച്ച ഒരു സാധനം പോലെയാണ് കാണുന്നത്. അപ്പം നൂലിന് നമ്മൾ കുറച്ചിങ്ങനെ നീട്ടി വിട്ട് കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ഈ സോക്സിലിരുന്ന് ഒരു നൂലെടുത്ത് കഴിഞ്ഞാൽ ഇങ്ങനെ പോകും, അല്ലെങ്കിൽ ബനിയനിലിരുന്ന് ഒരു നൂലെടുത്ത് കഴിഞ്ഞാൽ ഇങ്ങനെ 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 മീൻസ് എല്ലാം നൂല് നീണ്ടുകൊണ്ടേ വരും, ഈ ബനിയൻ ഷോർട്ട് ആയിക്കൊണ്ടേ പോകും. അതേപോലത്തെ സിസ്റ്റമാണ്. അല്ലെങ്കിൽ ഒരു സ്വെറ്റർ എടുത്ത് ചെയ്താൽ അതേപോലെയാണ്. നമുക്ക് ആ നൂലിനെ കട്ട് ചെയ്തില്ലെങ്കിൽ ഇത് ബാക്കിയുള്ളത് വലിച്ചു കൊണ്ടുവരും. സിമിലർ ആണ് ഈ ക്രോമസോമിനെ നീട്ടുവാണെങ്കിൽ അത് ചെറിയ ഈ കോമ്പിനേഷൻസ് ഓഫ് DNA ആണ്. ഒരുപാട് DNA ചേർന്നിട്ടാണ് ഈ ക്രോമസോമിൻ്റെ ഒരു സൈഡ് നിൽക്കുന്നത്. അപ്പം അതിനകത്ത് സെൻട്രൽ പോർഷൻ, അതിലും ഒരു സെൻട്രൽ പോർഷൻ ഉണ്ട്. അതാണ് ന്യൂക്ലിയോസോംസ് ചേർന്നാണ് വരുന്നത്. ന്യൂക്ലിയോസോംസിന് പിന്നെ ഹിസ്റ്റോൺ എന്നൊരു സാധനമുണ്ട്, പിന്നെ ജീൻസ് ഉണ്ട്, ന്യൂക്ലിയോടൈഡ് ഉണ്ട്. ഓക്കെ, ഈ 4 സാധനമെന്ന് ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞ ഇതാണ്. മീൻസ് G ഈസ് ഗുവാനൈൻ, C ഈസ് സൈറ്റോസൈൻ, A ഈസ് അഡിനൈൻ, T ഈസ് തൈമിൻ. ഇപ്പോൾ ഒരു ക്രോമസോമിനകത്ത് വരുന്ന മെയിൻ 4 ന്യൂക്ലിയോടൈഡ് എന്ന് പറയുന്ന സാധനങ്ങൾ ബേസിക് സാധനമാണ്. G സ്റ്റാൻഡ്സ് ഫോർ ഗുവാനൈൻ, C സ്റ്റാൻഡ്സ് ഫോർ സൈറ്റോസൈൻ, A സ്റ്റാൻഡ്സ് ഫോർ അഡിനൈൻ ആൻഡ് T സ്റ്റാൻഡ്സ് ഫോർ തൈമിൻ. ഇതിൻ്റെ ഫങ്ഷൻസ് ഒക്കെ പിന്നെ നമ്മൾ അടുത്ത ഇതിൽ കാണാം എന്താണെന്ന്. ഓക്കെ, യാ. ഇനി ഒരു ക്രോമസോമിന് എടുക്കുവാണെങ്കിൽ ക്രോമസോമിൻ്റെ ടിപ്പിൽ ഒരു കവർ വെച്ചിട്ട് കാണുന്നുണ്ടോ? ആ കവറാണ് ആക്ച്വലി ടെലോമെയർ. അപ്പം ടെലോമെയറിന് നോർമലി കോമ്പിനേഷൻസ് ഓഫ് തൈമൻ, ഗ്വാറ്റൈൻ, കുറച്ച് മുമ്പ് നമ്മൾ ഇതിൽ പറഞ്ഞിരുന്നല്ലോ, സൈറ്റോസിൻ ഓർ അഡിനൈൻ. ഈ 4 ന്യൂക്ലിയോടൈഡ് പാർട്ടിലാണ് വരുന്നത് ഇത്. ഓക്കെ, ഇതിനെ again I will say that what is T, what is A, what is C and what is G. തൈമൻ എന്ന് പറഞ്ഞാൽ ഇത് 4 എസെൻഷ്യൽ ന്യൂട്രിയോജീനിയസ് സാധനങ്ങളാണ്. ഇതിൻ്റെ ബേസിൽ വരുന്നത് അഡിനൈൻ, ഗുവാനൈൻ, സൈറ്റോസിൻ ആൻഡ് ഇനി ഒന്നും ഇവിടെ പോയി T ഫോർ തൈമൻ. ഈ 4നെ ഓരോന്നിനും, ഈ തൈമൻ എന്ന് പറഞ്ഞാൽ ഈ ലൂപ്പിംഗ് ചെയ്യുന്ന ഒരു സാധനമാണ്. ഈ സൈറ്റോസൈൻ എന്ന് പറഞ്ഞാൽ ലീനിയർലി പോകുന്ന ഒരു സാധനമാണ്. ഈ ഗുവാനൈൻ എന്ന് പറയുന്നതാണ് ആക്ച്വലി മൾട്ടിപ്ലൈ ചെയ്യുന്നത്. നമ്മുടെ സെൽസ് എല്ലാ ദിവസങ്ങളും ഓരോരോ സെല്ലുകൾ, മില്യൺസ് ഓഫ് സെൽസ് ആർ ഡൈയിങ് ആൻഡ് മില്യൺസ് ഓഫ് സെൽസ് ആർ റീജനറേറ്റിംഗ്. അതാണ് സയൻസ് നമുക്ക് പറഞ്ഞു തരുന്നത്. മീൻസ് എൻ്റെ മുഖത്തുള്ള ഈ പോർഷനെ ഒന്ന് കട്ട് ചെയ്തെടുത്താൽ ഇന്നിരിക്കുന്ന സെല്ലുകളല്ല നാളെ ഇരിക്കുന്ന സെല്ലുകൾ. പക്ഷേ ഇതിൻ്റെ DNA-യും അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സും ഇന്നലെ ഉള്ളത് തന്നെ ഇന്ന് കൊണ്ടുവരും. എനിക്ക് ഇന്നലെ ഡയബറ്റീസ് ഉണ്ടായിരുന്നെങ്കിൽ ഈ പുതിയ സെല്ലും ഡയബറ്റീസ് സഹിതമാണ് വരുന്നത്. ഇന്നലെ എനിക്ക് BP ഉണ്ടായിരുന്നെങ്കിൽ പുതിയ സെല്ലുകൾ വരുമ്പോഴും ആ BP സഹിതമാണ് വരുന്നത്. അതുമാത്രമാണ് മെയിനായിട്ട് ഇത് ചെയ്തു പോകുന്നത്. ഇപ്പോൾ ഇവരുടെ ബൈൻഡിങ്സിൽ ഈ മെയിനായിട്ട് ഈ A എന്ന് പറയുന്ന അഡിനൈൻ ചെയ്യുന്ന 2 ഹൈഡ്രജൻ ബോൺസ് കൊണ്ടാണ് മുമ്പോട്ട് പോകുന്നത്. ഞാൻ ഒരുപാട് സയൻസ് ഇതിനകത്ത് പറയാൻ ഉദ്ദേശിക്കുന്നില്ല, അറിയാൻ നമുക്ക് സയൻസ് ക്ലാസ് അല്ല. അപ്പോൾ ചില ഡെറിവേറ്റീവ്സിൽ പറഞ്ഞ 5 മീഥൈൽ യുറേസിലാണ് വരുന്നതെന്ന് പറയുന്നത്. അപ്പം അങ്ങനെ കുറേ മൾട്ടിപ്ലിക്കേഷനെ കുറിച്ച് മാത്രമാണ് സംസാരിച്ചുകൊണ്ട് പോകുന്നത്. അതിനകത്ത് ഈ TAGG എന്ന് പറയുന്നതിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. TAGGG എഫക്റ്റ് എന്ന് ഒന്ന് അടിച്ചു നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞിട്ട്
എ ട്രിപ്പിൾ ജി അല്ലെങ്കിൽ ഡബിൾ ടി എ ട്രിപ്പിൾ ജി ഇങ്ങനെയാണ് പറഞ്ഞത്. ഈ ടീയുടെ വർക്കുകൾ എന്താന്ന് പറഞ്ഞാൽ ആ എൻഡിലിരിക്കുന്ന ടൈലോമെറിന് മീൻസ് ടിലോമെറിന്റെ ഒരു കാര്യത്തിലാണ് ഈ 4 സാധനം വരുന്നത്. 4-ല് ഒന്ന് ജി എന്ന് പറയുന്നത് റിച്ച് നേച്ചർ ഓഫ് സീക്വൻസ് അലൗസ് ടു ഫോൾഡ് ഇൻ ടു കോംപ്ലക്സ് സ്ട്രക്ചേഴ്സ് കാൾഡ് ജി ക്വാഡ്രപ്ലക്സസ്. അപ്പം ഈ ജി എന്ത് ചോദിച്ചാൽ മിനിമം അടുത്ത് വരുന്നത് 4 എണ്ണമായിട്ട് മാറ്റും. ആൻഡ് ടി നോർമലി ലൂപ്പാണ് ചെയ്യുന്നത്, വിച്ച് ഫർദർ ഷീൽഡ്സ് ദ DNA ഫ്രം ഡീഗ്രഡേഷൻ. ഈ ഇവിടെ ഒരു ഡീഗ്രഡേഷൻ ആൻഡ് റീജനറേഷൻ എന്ന് പറഞ്ഞ് 2 സാധനമുണ്ട്. നോർമലി ഒരു കൊച്ചു ജനിച്ച് അത് ഒരു 10, 30, 35 വയസ്സ് വരെ റീജനറേഷൻ. ഇതിനകത്ത് എക്സ്ട്രാordinary ഈ ടിലോമെർ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ മൾട്ടിപ്ലിസിറ്റി ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. ഉണ്ടാക്കുന്നവരും നമ്മൾ കുറച്ചുകൂടെ വളർന്നുകൊണ്ടേയിരിക്കും. ഒരു പരിധി കാണുമ്പോൾ ഈ ടിലോമെർ കൂടുതൽ കുറയത്തുമില്ല കൂടത്തുമില്ല, ഈക്വൽ ആയിരിക്കും. എത്ര ടിലോമെർ മരണപ്പെടുന്നു അത്ര ടിലോമെർ വരും. കുറച്ച് ഇനിഷ്യൽ പീരീഡിൽ ഒരു 100 ടിലോമെർ മരണപ്പെടുവാണെങ്കിൽ ഒരു 1000 ടിലോമെർ വരും. പിന്നെ ഒരു 100-ന് 500 വരും. പിന്നെ ഒരു 300 വരും. പിന്നെ 100-ന് 100 ആവും. കുറേ കാലം കഴിയുമ്പോൾ 100 ടിലോമെർ ഇന്ന് മരണപ്പെട്ടാൽ ഒരു 80 70 മാത്രമേ റീജനറേറ്റ് ആകത്തുള്ളൂ. കുറേ കാലം കഴിയുമ്പോൾ ഒരു 100 മരണപ്പെട്ടാൽ 20 10 മാത്രമേ വരത്തുള്ളൂ. അവിടെയാണ് നമ്മൾ പറയുന്നത് ഏജിങ് എഫക്റ്റ് സ്റ്റാർട്ട് ചെയ്തതെന്ന്. ടിൽ സച്ച് ടൈം more the numbers of telomeres than its dying, we say that we are on the growing period or growth oriented. പിന്നെ ഒരു സ്റ്റെബിലൈസ്ഡ് പീരിയഡ്, പിന്നെ ഒരു ഡിക്ലൈനിങ് പീരിയഡ് ആർ ഏജിങ് എഫക്ട്സ്. ഇതിനെ മെയിൻ കാരണകർത്ത എന്ന് പറയുന്നത് ഈ ടിലോമിയറാണ്. ഈ ടിലോമിയറിനകത്ത് 4 സാധനമാണ് മെയിൻ. ഇനി ഫർദർ വി വിൽ കം. ഓക്കെ, ഇതിനകത്ത് ഏജിങ് ക്ലോക്ക് എന്ന് ഒരു ക്ലോക്കിനെ കുറിച്ച് പറയുന്നത് എവറി ടൈം എ സെൽ ഡിവൈഡ്സ് എ സ്മോൾ പോർഷൻ ഓഫ് ദ TTAGGG റിപ്പീറ്റ്സ് ഇറ്റ്സ് ലോസ്റ്റ് ബിക്കോസ് the DNA replication machinery cannot reach to the very end of the chromosome. ഇതാണ് ഏജിങ് എഫക്റ്റ് എപ്പോൾ വരുന്നു. നോർമലി ഈ ടിലോമിയർ ഒന്നിന് ഡൗൺ ആയി പോകുമ്പോൾ അതിന് ഈക്വലന്റ് ആയിട്ട് 2 എണ്ണം തരുവാണെങ്കിൽ വി വിൽ ബി എനർജൈസ്ഡ് പീരിയഡ്, അല്ലെങ്കിൽ ഒരു കുറച്ചുകൂടെ യു ക്യാൻ സേ ദാറ്റ് സ്ട്രെങ്ത്ഫുൾ പീരിയഡ് അല്ലെങ്കിൽ ഗ്രോയിങ് പീരിയഡ്. അത് എപ്പോൾ കുറയാൻ തുടങ്ങുന്നുണ്ടോ വി സേ ദാറ്റ് ഇറ്റ് ഇസ് ഗെറ്റിംഗ് ഏജ്. ഇതിനാണ് ഈ TTAGGG എന്ന് പറയുന്നത്, ടൈനോമിൻ, ഗാമിൻ ആൻഡ് അഡിനൈൻ. ഇതിനെക്കുറിച്ചാണ് ഈ ട്രിപ്പിൾ ജി ആണ് വലിയ റോള് കളിക്കുന്നത്. മീൻസ് ജി ഈസ് ഓൾവേസ് ക്വാഡ്രപ്ലേറ്റിംഗ്. അപ്പം 3G എന്ന് പറഞ്ഞാൽ 4x3 പോർഷൻസ് ആണ് അതിനകത്ത് വരേണ്ടിയത്. 2Ts എന്ന് പറഞ്ഞാൽ 2 ലൂപ്പാണ് സംഭവിക്കുന്നത്. ഇത് കുറയുന്ന കാലത്ത് നമ്മൾ ഏജിങ് എഫക്റ്റിലോട്ട് പോകും. ഇതാണ് ഈ ക്രോമോസോം തിയറി പറഞ്ഞു തരുന്നത്. അപ്പോൾ ഈ ടിലോമിയർ ക്രോമോസോമിന്റെ അറ്റത്ത് വരാൻ പറ്റുന്നില്ലെങ്കിൽ ക്രോമോസോമിനകത്തുള്ള സാധനങ്ങളെല്ലാം ലീക്കായി പോകും. അപ്പം ഈ DNA-കളെല്ലാം സ്ട്രെങ്ത്ഫുള്ളി നിൽക്കാതെ വരുമ്പോൾ എന്ത് സംഭവിക്കുന്നത് വി വിൽ സ്റ്റാർട്ട് ഹാവ് aging effect. When telomeres become too short, the cell stops dividing and enters a state so-called senescence, or the telomere or the chromosome dies. പിന്നെ ക്രോമോസോം എങ്ങനെ തുടങ്ങുന്നെന്ന് പറഞ്ഞാൽ ഒരു 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 എഗ്ഗില് അല്ലെങ്കിൽ ഒരു സ്പേം വന്ന് ചേരുമ്പോൾ 23 chromosomes are there with mother and 23 joints. And 22 plus 1, 22 plus 1. They decide the what you call that genetics, അല്ലെങ്കിൽ your sex, whether male or female എന്ന് ഡിക്ലെയർ ചെയ്യുന്നത്. അവിടെ ആ തിയറിയിലോട്ട് പോയാൽ നിങ്ങൾക്ക് ക്രോമോസോം എന്താണെന്ന് പറഞ്ഞ് സിമ്പിളറായിട്ട് മനസ്സിലാവും. ഞാൻ ഒരുപാട് ഒന്നും കൺഫ്യൂസ് ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് സിമ്പിളറായിട്ട് പോകുന്നത്. ഓക്കെ, ഇനി ഈ ടിലോമിയർ നിൽക്കാൻ വേണ്ടി കുറച്ചുകൂടെ സ്ട്രെങ്ത്ഫുള്ളി ഇരിക്കാനുള്ള ഒരു കാര്യമാണ് ഈ ടിലോമെറേസ് എൻസൈം. ആ എൻസൈം നന്നായിരുന്നാൽ ടിലോമിയർ നിൽക്കും. ആ എൻസൈം വീക്കായി പോവുകയാണെങ്കിൽ ടിലോമിയർ മരണപ്പെടും. ഇൻ സെർട്ടൻ സെൽസ് ലൈക്ക് സ്റ്റെം സെൽസ്, ജെം സെൽസ്, സ്പേംസ് ആൻഡ് എഗ്സ്, ഇതെല്ലാം ഇരിക്കുന്ന ഒരു സാധനമാണ് ടെലോമെറേസ് എൻസൈം. ഇതിൽ തന്നെയാണ്
ഒരു സമയത്ത് ഈ ക്രോമസോമുകൾ ഒരു ഇമ്പാക്റ്റ് മാറിപ്പോവുകയാണെങ്കിൽ ദേ വിൽ ട്രാൻസ്ഫോം ഇൻ ടു ക്യാൻസർ സെൽ. ഈ ക്യാൻസർ സെല്ലായിട്ട് വന്നാൽ ഈ ടിലോമെറസ് എൻസൈം എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ TA-GGG ഹെവിയറായിട്ട് റിപ്പീറ്റ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ GGGയുടെ വർക്കുകൾ ഓവറാകുമ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് നമ്മൾ ക്യാൻസർ സെൽ ഫാസ്റ്ററായിട്ട് ഹാർമോണിക് ലെവലിൽ സ്പ്രെഡ് ചെയ്യുമെന്ന് പറയുന്നത് ഇവിടെയാണ്. ദാറ്റ് റിപ്പീറ്റ്സ് ബാക്ക് ഓൺ ടു ദ എൻഡ്സ്. അപ്പം എക്സ്ട്രോർഡിനറി ക്രോമസോംസ് ഹെവിയറായിട്ട് വന്നുകൊണ്ടേയിരിക്കും, സെൽസ് ഹെവിയർ ആവും, അഗെയിൻ ഈ സെൽസ് മൾട്ടിപ്ലൈ ആവും, ആ മൾട്ടിപ്ലൈഡ് സെൽസ് അഗെയിൻ മൾട്ടിപ്ലൈ ആവും. അതാണ് നമ്മുടെ നെഗറ്റീവ് സെൽസിനെ നമ്മൾ ക്രോമസോംസ് ഓക്കെ പറഞ്ഞു പോകുന്നത്. ദെൻ എഫക്റ്റീവ്ലി അത് എന്താ സംഭവം എന്ന് പറഞ്ഞാൽ എഫക്റ്റീവ്ലി റീസെറ്റിംഗ് ദ സെല്ലുലർ ക്ലോക്ക് ആൻഡ് അലവിങ് ഫോർ എ കണ്ടിന്യൂഡ് ഡിവിഷൻ. കണ്ടിന്യൂഡ് ഡിവിഷൻസ് വരുമ്പോഴാണ് നമ്മൾ ബാക്കി സെൽസിലും കണ്ടിന്യൂഡ് ഡിവിഷൻസ് ഉണ്ട്, ബട്ട് മോഡറേറ്റ് കണ്ടിന്യൂഷൻ ആണ് വരുന്നത്. ബട്ട് ക്യാൻസർ സെല്ലായിട്ട് മാറുവാണെങ്കിൽ അവിടെ ഒരു പ്രത്യേകത ഉണ്ട്. ദ എൻസൈം സോ കോൾഡ് ടെലോമറൈസ് ക്യാൻ ആഡ് ടു TAGGG ആൻഡ് റിപ്പീറ്റ്സ് ബാക്ക് ഫർദർ ആൻഡ് ഫർദർ ആൻഡ് ഫർദർ. അവിടെയാണ് ക്യാൻസർ സെൽ വരുന്നതെന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ക്രോണിക് ആൻഡ് ലോങ് ടേം എന്ന് പറഞ്ഞാൽ ഇവിടെ ഞാൻ സ്ട്രെസ്സിലോട്ട് കൊണ്ടുവന്നു. സ്ട്രെസ് ആൻഡ് ടെലോമിയർ എങ്ങനെയാണ് ലിങ്ക് ചെയ്യാൻ പറ്റുമെന്ന്. അപ്പം ടെലോമിയറിനെ ക്രോണിക് ആൻഡ് ലോങ് ടേം സൈക്കോളജിക്കൽ സ്ട്രെസ് ആക്സലറേറ്റ്സ് ദ ഷോർട്ടണിങ് ഓഫ് ടെലോമിയർ. ടെലോമിയർ ആക്ച്വലി ഉണ്ടെങ്കിൽ അത് ഡിവൈഡ് ചെയ്യുമ്പോൾ ഒരു മീറ്ററിനെ ഒരു 10 മാറുവാണെങ്കിൽ അത് ഓരോന്നിനും 10 സെന്റിമീറ്റർ ആയിട്ട് കട്ടാവും. ഈ 10 സെന്റിമീറ്റർ അഗൈൻ വളർന്ന് 100 സെന്റിമീറ്റർ ആയിട്ട് ഓരോന്നിലും വന്ന് ഓരോരോ ടെലോമിയറും ഫുൾ പ്ലെജ്ഡ് ആയിട്ട് പിന്നെയും ഡിവൈഡ് ആകുമ്പോൾ കട്ടാകുന്നു. അപ്പം 100 10 10 × 10 ആയിട്ട് മാറുന്നു. ആ 10 ഓരോരോ 10ഉം 100 ആയിട്ട് ഗ്രോത്ത് ചെയ്യുന്നു. ദാറ്റ്സ് വാട്ട് നോർമലി ക്രോമസോം ഗെറ്റ്സ് ഡിവൈഡഡ് ആർ ക്രോമസോം മൾട്ടിപ്ലൈസ്. അപ്പം ഇവിടെ എന്ത് സംഭവിക്കും എന്ന് പറഞ്ഞാൽ ഒരു ഏജിങ് എഫക്റ്റ് അല്ലെങ്കിൽ ആ ടിലോമിയറിന് വീക്ക്നെസ് വരാൻ തുടങ്ങുമ്പോൾ ഈ 10 പോർഷനായിട്ട് കട്ടായി കഴിഞ്ഞാൽ അത് 100 ആക്ച്വലി 10 ആയിട്ട് മാറുവാണെങ്കിൽ ഇറ്റ് മെ നോട്ട് ഏബിൾ ടു ഗ്രോ ടു ഇറ്റ്സ് ഓൺ ലെങ്ത് ഓഫ് 100. ഇറ്റ് മേ ഗ്രോ ഓൺലി ടു 60. അപ്പോൾ നെക്സ്റ്റ് ഗ്രോത്ത് വരുമ്പോൾ അത് 10 ആയിട്ട് ഡിവൈഡ് ചെയ്താണെങ്കിൽ 6 വരത്തുള്ളൂ, അല്ലെങ്കിൽ 10 എണ്ണമായിട്ട് ഡിവൈഡ് ചെയ്താണെങ്കിൽ 6 എണ്ണമേ വരത്തുള്ളൂ. അപ്പോൾ അതൊക്കെ വീക്കായി മാറും. ഇതാണ് ഇമ്പോർട്ടൻ്റ് ഉണ്ട്. ഇത് പ്രൊട്ടക്റ്റീവ് ക്യാപ്പ്. ഞങ്ങളുടെ കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രിയിൽ പറയുന്നത് പൈൽ ക്യാപ്പ് എന്ന് പറയും. ഓരോരു പൈലും ചെയ്തിട്ട് പൈൽ ക്യാപ്പാണ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് എന്ന് പറയും. അതിനു മുകളിലാണ് ബിൽഡിംഗ് നിൽക്കുന്നത്. അതേപോലെ ഇറ്റ് ഈസ് എൻ ഇമ്പോർട്ടൻ്റ് പ്രൊട്ടക്റ്റീവ് ക്യാപ്പാണ് ഈ ക്രോമസോം എൻഡിലുള്ളത്. ഓക്കെ, അപ്പോൾ സ്ട്രെസ്സിന് എന്താ സംഭവിക്കുന്നത് പറഞ്ഞാൽ സ്ട്രെസ് കൂടുവാണെങ്കിൽ ലീഡിങ് ടു പ്രീമെച്യൂർ സെല്ലുലർ ഏജിങ്. ഒരാൾ 40 വയസ്സുകാരനോ 45 വയസ്സുകാരനോ എക്സ്ട്രോർഡിനറി സ്ട്രെസ് വന്നാൽ ആക്ച്വലി ഈ ടിലോമിയർ വീക്കാകുമ്പോൾ സെല്ലുലർ ഏജിങ് സംഭവിക്കുന്നുണ്ട്. അപ്പം മൾട്ടിപ്ലിക്കേഷൻ കുറയും. ആ സമയത്ത് സെൽസ് ഇൻഫ്ലമേറ്റ് ആകും. ഇൻക്രീസ്ഡ് ഹൈ റിസ്ക് ഓഫ് ഏജ് റിലേറ്റഡ് ഡിസീസ് വരും. 40 വയസ്സുള്ളവനാണെങ്കിലും അവൻ ശരിക്കും ഒരു വയസ്സനെ പോലെ കുറേ സ്ട്രെസ്സുമായിട്ട് നടക്കുന്ന ഒരാളിന് ഒരു 35 വയസ്സുകാരനെ കണ്ടാലും ഒരു 60-65 വയസ്സായിട്ട് നമ്മൾ അസസ് ചെയ്യുമെന്ന് പറയുന്നതിൻ്റെ റീസണൊക്കെ ഇതാണ്. ഓക്കെ, ദെൻ ഹൈ സ്ട്രെസ് ലോവേഴ്സ് ടെലോമറൈസ് എൻസൈം ആക്ടിവിറ്റി വിച്ച് ഈസ് നീഡഡ് ടു മെയിൻറ്റെയിൻ ടെലോമിയർ ലെങ്ത്. ആ ലെങ്ത് മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. അതിന് പറ്റില്ലാതെ വരും. ഓക്കെ, ദെൻ ഡാമേജ് എന്താ സംഭവിക്കുന്നത്? മെക്കാനിസം ഓഫ് ഡാമേജ്. ക്രോണിക് സ്ട്രെസ് കോസസ് ഓക്സിഡേറ്റീവ് സ്ട്രെസ് ആൻഡ് ഇൻഫ്ലമേഷൻ വിച്ച് ഫിസിക്കലി ഡീഗ്രേഡ് ടെലോമേഴ്സ്. ടെലോമേഴ്സ് എന്ന് പറഞ്ഞാൽ ക്രോമസോമിലെ എൻഡിൽ വരുന്ന ഒരു സാധനമാണ്. ഓക്കെ, അപ്പോൾ ലൈഫ് സ്പാൻ ഇൻഫ്ലുവൻസിന് എന്ത് സംഭവിക്കും? എക്സ്പോഷർ ടു ഏർലി ലൈഫ് ട്രോമ ആർ ക്രോണിക് പ്രോബ്ലംസ് ആർ അൺമാനേജ്ഡ് സ്ട്രെസ് in adulthood is linked to shorter the telomere. ഈ ടിലോമിയർ ഷോർട്ടൺ ആവുകയാണെങ്കിൽ ലെങ്ത് ഫുൾ ലെങ്ത് 100 ഞാൻ കുറച്ച് മുമ്പ് വെറുതെ വിർച്വലി പറഞ്ഞെങ്കിൽ അതേ 100 നിങ്ങൾ എടുക്കുവാണെങ്കിൽ അത് ഷോർട്ടണായി പോവുകയാണെങ്കിൽ ഇറ്റ് വിൽ നോട്ട് ഗ്രോ ഫർദർ.
ഇതിനെ എന്താണ് ചെയ്യുന്നത്? ആ ഗ്രോ ഫർദർ ആണെങ്കിൽ വി വിൽ എൻ ടു ഏജിങ്, ഏജിങ് വിൽ ഫർദർ മേക്സ് എസ് ടു ഡൈ. ഇതിനെ എങ്ങനെ മിറ്റിഗേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഇതിന് ബഫർ എഫക്റ്റ് എങ്ങനെ കൊടുക്കാം എന്നാണ് തിയറി പറയുന്നത്. വൈൽ ക്രോണിക് സ്ട്രെസ് ആക്സലറേറ്റ് ഏജിങ്, certain lifestyle factors can buffer or protect telomeres from these negative effects. ക്രോണിക് സ്ട്രെസ് എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ ഏജിങ് എഫക്റ്റിനെ ആക്സലറേറ്റ് ചെയ്യും. അത് എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ ചില ലൈഫ് സ്റ്റൈൽ ഫാക്ടേഴ്സിനെ കർട്ടൈൽ ചെയ്യും. അത് ചെയ്യാതിരിക്കാൻ വേണ്ടി നമ്മൾ എന്തൊക്കെ ചെയ്യാം, അല്ലെങ്കിൽ ഈ ടിലോമിയറിനെ ഷോർട്ട് ടേം ചെയ്യാതെ ഫുൾ ലെങ്ത്തിന് ഗ്രോ ചെയ്യാനോ ഫുൾ ലെങ്ത്തിന് നിർത്താനോ എങ്ങനെ ചെയ്യാൻ പറ്റും, അതിനെയാണ് ഇത് പറയുന്നത്. ഓക്കെ, ഇത് നോർമലി ഈ ഷോർട്ടൺ ആകുന്നത് പ്രീ നാറ്റൽ സ്ട്രെസ്, ചൈൽഡ്ഹുഡ് അഡ്വേഴ്സിറ്റി, അഡൽട്ട്ഹുഡ് കെയർ ഗിവിങ്, മറ്റേ നാലാമത്തത് എനിക്ക് മെൻ്റൽ ഹെൽത്ത്. അപ്പം പ്രീ നാറ്റൽ എന്ന് പറഞ്ഞാൽ ഒരു മദർ കൊച്ചിനെ ജനിപ്പിക്കുന്നതിന് മുമ്പ് കിട്ടുന്ന സ്ട്രെസ്സാണ് പ്രീ നാറ്റൽ. നാറ്റൽ, പോസ്റ്റ് നാറ്റൽ, പ്രീ നാറ്റൽ. പ്രീ നാറ്റൽ എന്ന് പറഞ്ഞാൽ അവർ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് സംഭവിക്കുന്ന ഒന്നിനാണ് ഇത് സംസാരിക്കുന്നത്. ഹൈ മാറ്റേണൽ സ്ട്രെസ് or anxiety during pregnancy is associated with shorter telomere length in newborns. അതുകൊണ്ടാണ് അമ്മയ്ക്ക് പ്രഗ്നൻസി തുടങ്ങിയാൽ പണ്ട് കാലത്ത് പറയും അമ്മ എപ്പോഴും ഹാപ്പിയർ ആയിരിക്കണം, അവർക്ക് ഇഷ്ട പദാർത്ഥം മാങ്ങ അല്ലാതെ അവർക്ക് എന്താണ് ഇഷ്ടമോ അത് കൂടുതൽ കഴിപ്പിക്കണം. വി ഷുഡ് മേക്ക് ഹെർ ടു ബി ഹാപ്പി എവറി ടൈം ആൻഡ് എനി ടൈം. അവർക്ക് ഇഷ്ടപ്പെടാത്തത് ഒന്നും വീട്ടിൽ സംസാരിക്കല്ലേ, അവർ കേൾക്കേണ്ട എന്നൊക്കെ നമ്മൾ പറയുന്നതിൻ്റെ റീസൺ ഇതാണ്. ആ ടിലോമിയർ എഫക്റ്റിന് ലെങ്ത്തിന് കുറച്ച് കഴിഞ്ഞാൽ ജനിക്കുന്ന കുട്ടിക്ക് സം മാൽ ഫങ്ഷൻസ് കാണും. ആ മാൽ ഫങ്ഷൻസ് ആണ് നമ്മൾ ഈ ഓട്ടിസം, അത് കുന്തം എന്തൊക്കെയോ പറഞ്ഞുകൊണ്ട് പോകുന്നത്. ഒരുപാട് ചൈൽഡ് ഡിസോർഡേഴ്സ് ഒക്കെ അല്ലെങ്കിൽ ചൈൽഡിൻ്റെ പ്രോബ്ലംസ് ഒക്കെ പറയുന്നത് ബിക്കോസ് ഓഫ് ദി ഷോർട്ടർ ടെലോമിയർ ലെങ്ത് ഇൻ ദ ന്യൂ ബോൺസ്. എങ്ങനെയുണ്ട് സാബു സാർ? നമ്മൾ അതിൻ്റെ റൂട്ട് കോസ് കണ്ടെത്തി വരികയാണ് അല്ലേ? അതെ സാർ, അതെ, റൂട്ട് കോസിലാണ്. ഇത് ഇത്രയോളം നമ്മൾ ആരും ചിന്തിച്ചിട്ടില്ല. ഞാൻ ആക്ച്വലി ചിന്തിച്ചിട്ടില്ല, ബാക്കിയുള്ളവർ വായിച്ചു കാണും. ഞാൻ കുറച്ചു കാലമായി ഇരുന്നാണ് ഈ വായിച്ചുകൊണ്ടിരിക്കുന്നത് ഈ പർട്ടിക്കുലർ ടെലോമിയറിനെ കുറിച്ച്. ദെൻ ചൈൽഡ്ഹുഡ് അഡ്വേഴ്സിറ്റി, എക്സ്പോഷർ ടു ഏർലി ലൈഫ് ട്രോമ, അബ്യൂസ് or neglect is one of the most consistent predators or shorter telomeres in adulthood. ഇതായിരിക്കും ചിലപ്പോൾ നമ്മുടെ സൈക്കോളജിയിൽ ഉസ്താദ് അല്ലെങ്കിൽ ഫാദർ എന്ന് പറയുന്ന സിഗ്മണ്ട് ഫ്രോയിഡ് പറഞ്ഞത്, വാട്ട് എവർ യു ഹാവ് എ പ്രോബ്ലം ഇൻ അഡൾട്ട്ഹുഡ് എവറിത്തിങ് ഗോസ് ബാക്ക് ടു യുവർ ചൈൽഡ്ഹുഡ്. സോ തിങ്ക് ഓഫ് ചൈൽഡ്ഹുഡ്. ആ കോച്ച് തിയറിയിൽ പറയുന്നത് എപ്പോഴും നീ ഏർലി ചൈൽഡ്ഹുഡിനെ കുറിച്ച് ചിന്തിക്കാന്ന് പറഞ്ഞു. അപ്പം ഏർലി ചൈൽഡ്ഹുഡിൽ വെൻ സയൻസ് സേസ് ദാറ്റ് ദ ടിലോമിയർ എഫക്റ്റ് ആക്ച്വലി മേക്സ് ദ ഷോർട്ടണിങ് ഓഫ് ടിലോമിയർ ആണ് ഈ പ്രോബ്ലംസ് കൊണ്ടുവരുന്നത്. ഏർലി ചൈൽഡ്ഹുഡ് ട്രോമയോ അബ്യൂസോ ഇതുപോലത്തെ പ്രോബ്ലംസ് എല്ലാം ഈ ടിലോമിയറിന് ചെറിയ ചെറിയ തോതിൽ ഷോർട്ടൺ ചെയ്തുകൊണ്ടേ പോകും. അപ്പം അഡൾട്ട്ഹുഡ് എത്തുമ്പോൾ ശരിക്കും ഷോർട്ടൺ ആകും. ശരിക്കും ഷോർട്ടൺ ആകുമ്പോൾ ഹി വിൽ നോട്ട് ഏബിൾ ടു റീജനറേറ്റ് ഹിസ് ക്രോമോസോംസ് ആർ സെൽസ് ഡെവലപ്പ് ആകാതെ വരുമ്പോൾ കൂടുതൽ പ്രോബ്ലം വരും. അടുത്ത ഇത് അഡൾട്ട്ഹുഡ് ആൻഡ് കെയർ ഗിവിങ് എന്ന് പറയുന്നത് ദെൻ ക്രോണിക് സ്ട്രെസ്സസ് ഇൻ അഡൾട്ട്സ് സച്ച് as the long-term care of a family member with a chronic illness have been shown to age cells by an equivalent of 9 to 17 additional years compared to low stress individual. ഇപ്പം ഇതിനകത്ത് ഇവരുടെ റിസർച്ചിൽ പറയുന്നത് കെയർ ഗീവറായിരിക്കുന്ന ആൾക്കാർക്ക് ഈ പേഷ്യൻറ്റിനെ കൂടുതൽ സഹിച്ച് they all tend to have negative tendency in anything, even on their life സിസ്റ്റത്തിന് അവർക്ക് ഒരു നെഗറ്റിവിറ്റി വരും. ആ നെഗറ്റിവിറ്റി വരുമ്പോൾ നോർമലി ടിലോമിയറിൻ്റെ പ്രോബ്ലം വരും. ടിലോമിയറിൻ്റെ പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ അഗെയിൻ അവരുടെ അഡൾട്ട്ഹുഡിന് പ്രശ്നങ്ങൾ എത്താം.
Then the last and major one is mental health. Disorders like depression, anxiety, PTSD means post-trauma stress disorders are frequently associated with significantly shorter telomeres. അപ്പം ഈ ഡിപ്രഷനും ആങ്സൈറ്റി ഉള്ളവനൊക്കെ പ്രോബ്ലം എന്ത് സംഭവിക്കും എന്ന് പറഞ്ഞാൽ അവിടെയും ടിലോമിയറിൻ്റെ ഷോർട്ടേജ് കൊണ്ടാണ് അല്ലെങ്കിൽ ഷോർട്ടണിങ് ആയതുകൊണ്ടാണ് പ്രോബ്ലം വരുന്നത്. അപ്പോൾ ഇതിനെ എങ്ങനെയാണ് നമ്മൾ മിറ്റിഗേറ്റ് ചെയ്യാം? ഇതിനെ മിറ്റിഗേറ്റ് ചെയ്യാന്ന് പറയുന്നത് സിംപിളർ സിസ്റ്റമാണ്. ഡു ഫിസിക്കൽ ആക്ടിവിറ്റി, ഹെൽത്തി ഡയറ്റ്, സ്ട്രെസ് മാനേജ്മെന്റ് ആൻഡ് സോഷ്യൽ സപ്പോർട്ട് സിസ്റ്റം. ഈ നാലാണ് മെയിനായിട്ട് അവർ പറഞ്ഞിരിക്കുന്നത്. അപ്പം നമ്മൾ എനിവേർ ആൻഡ് എവരിവേർ വി യൂസ് ടു സേ ദാറ്റ് സ്ട്രെസ് റിഡക്ഷൻ ടെക്നിക്സ് ആർ very simple. You do yoga, you do practical field exercises, you go for running, go to the ground, do something real exercises by which your happy hormones increases, and even healthy diet will ensure that you have right nutrition for each cell. Then the cell try to regenerate it. Every functions of every organ will be on the right mode. Then you will have little effect of negativity. എന്നാണ് ഫിസിക്കൽ എക്സസൈസ് കഴിഞ്ഞാൽ അടുത്ത ഓഫ്കോഴ്സ് ഫിസിക്കൽ എക്സസൈസിന് എന്താണെന്ന് ഞാൻ വായിക്കാം. റെഗുലർ വിഗറസ് എക്സസൈസ് അറ്റ്ലീസ്റ്റ് 14 minutes a day or 75 minutes a week can moderate the stress telomere relationship, preventing shortening even in highly stressed individuals. അപ്പോൾ ഒരു ദിവസം 14 മിനിറ്റ് നല്ല പക്ഷേ എക്സസൈസ് സിമ്പിളർ അല്ല, വിഗറസ് എന്നാണ് പറയുന്നത്. നോർമലി വിഗറസ് ഇല്ലാത്തതിന് നമ്മൾ 30 to 45 minutes എന്നാണ് പറയുന്നത്. അപ്പോൾ 30 to 45 minutesന് പകരം ഇൻ കേസ് ഇഫ് യു ആർ റെഡി ടു ഡു വിഗറസ് എക്സസൈസ്, ബട്ട് വിഗറസ് എക്സസൈസിന് ഒരു ചെറിയ ഒരു പ്രോബ്ലം ഉണ്ട്. ഇഫ് ഇറ്റ് ഈസ് going beyond the stretch of your adaptability or acceptability, you may land in some other problem. അതുകൊണ്ടാണ് നമ്മൾ ഡോക്ടേഴ്സ് എല്ലാം സിമ്പിളർ ആയിട്ട് ഡോണ്ട് ഗോ ഫോർ വിഗറസ് എക്സസൈസസ്, ഗോ ഫോർ മോഡറേറ്റ് എക്സസൈസ്, ബട്ട് 30 to 45 minutes എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ എക്സസൈസ് ചെയ്യുമ്പോൾ എന്താണ് ചെയ്യുന്നത്? ഈ സ്ട്രെസ് ടിലോമിയർ റിലേഷൻഷിപ്പിനെ, ടിലോമിയർ ലെങ്ത്തിനെ ഷോർട്ടൺ ചെയ്യാതെ പിടിച്ചു നിർത്താൻ പറ്റും. ഓക്കെ, then healthy diet rich in fiber, vitamins, omega-3 fatty acids are associated with longer telomeres, whereas high sugar and processed meat consumption are linked to shortening. So നോർമലി നിങ്ങൾ ഈ കൊക്കോകോള അതുപോലത്തെ സാധനങ്ങളെല്ലാം കുടിക്കുമ്പോൾ യു ആർ ഇൻ ടേൺ മേക്കിംഗ് the telomere to be getting shortened എന്നാണ് ഈ തിയറി പറഞ്ഞു തരുന്നത്. സോ ഗോ ഫോർ, ഇപ്പോൾ പുതിയ ഈ ഫുഡ് ആൻഡ് ലൈഫ് സ്റ്റൈലിൽ എല്ലാവരും പറഞ്ഞു കൊടുക്കുന്നത് ഹാവ് മോർ ഫൈബർ, സ്പെഷ്യലി രാവിലെ you have cucumber, carrot, beetroot and all, not to go for more carb you can take only in the afternoon. That too, if you avoid carb, you are going to be, അതിനകത്ത് എന്താ കീറ്റോ ഡയറ്റ് എന്ന് ഒരു പുതിയ ഡയറ്റുകളൊക്കെ വന്നിട്ടുണ്ട്. ഇങ്ങനെ എല്ലാ ഡയറ്റും ആണെങ്കിലും പണ്ട് നാട്ടിൽ ചെയ്തുകൊണ്ടിരുന്നതാണ് ഏറ്റവും ബെസ്റ്റ് സിസ്റ്റം. When you don't pick up auto rickshaw, when you don't pick up town bus or city bus, you walk, you can have n amount of carbohydrates. But if you reduce your exercise, if you reduce your metabolism, you can have only less carb and more protein and more vitamins and better fibrous items. അപ്പം ഫൈബറിലും സൊല്യൂബിൾ ഫൈബർ, നോൺ സൊല്യൂബിൾ ഫൈബർ എന്നുണ്ട്. ഈ നോൺ സൊല്യൂബിൾ ഫൈബർ ആണ് കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത്, സൊല്യൂബിൾ ഫൈബർ കുറച്ച് സപ്പോർട്ട് ചെയ്യും, അതും ആവശ്യമാണ്. ദെൻ omega-3 ഫാറ്റി ആസിഡ്സ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് നവഡേസ്, ബിക്കോസ് everybody are found to be B12, വിറ്റാമിൻ B12 ഡെഫിഷ്യൻസി ആണ് പ്രസൻ്റ്ലി ലാസ്റ്റ് 5 years ആയിട്ട് ഇന്ത്യയിൽ പ്രത്യേകിച്ച് കാണുന്നത്. അത് സൺലൈറ്റ് കൊള്ളുമ്പോൾ നന്നായിട്ട് കിട്ടുന്നെന്നാണ് സയൻസ് പറഞ്ഞു തരുന്നത്. ഇതെല്ലാം എന്ത് ചെയ്യുന്നെന്ന് പറഞ്ഞാൽ longer the telomeres. അപ്പം our primary motto of doing something, exercise and our life എല്ലാം ചെയ്യുന്ന ഒരു കാര്യം ലോങ്ങറിങ് മീൻസ് ലെങ്തനിങ് ദ ടെലോമിയേഴ്സ് ആണ്.
സോ അടുത്ത് ഈ സ്ട്രെസ്സിന് കുറയ്ക്കാൻ എൻ്റെ ഫേവറേറ്റ് ടോപ്പിക്കാണ് മൈൻഡ്ഫുൾനെസ് ബേസ്ഡ് സ്ട്രെസ് റിഡക്ഷൻ ടെക്നിക്സ്, MBSR ആൻഡ് മെഡിറ്റേഷൻ ഹാസ് ബീൻ ഷോൺ ടു ഇൻക്രീസ് എന്ത് പറയുന്നത്, ഇൻക്രീസ്ഡ് ടിലോമിയർ ആക്ടിവിറ്റീസ് ആൻഡ് ഹെൽപ്പ് മെയിൻറ്റെയിൻ ടിലോമിയർ ലെങ്ത്. സോ മൈൻഡ്ഫുൾനെസ് ചെയ്താൽ യു കൻ, ഇതെവിടെ പോയി, യാ, telomere effect length കൂടും. Then social support, strong social connections and a healthy environment acts as a major defense against biological toll of toxic stress. സ്ട്രെസ് മാത്രമല്ല, ടോക്സിക് സ്ട്രെസ് എന്നാണ് പറയുന്നത്. ഇതാണ് പണ്ട് കാലത്ത് നമ്മൾ കൂട്ടുകുടുംബമായിരുന്നപ്പോൾ ഓ അതാണ്. ഓക്കെ 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 ഓക്കെ, നൗ ഐ അണ്ടർസ്റ്റുഡ് വൈ ഇറ്റ് ഹാസ് ഗോൺ. ഓക്കെ, കൂട്ടുകുടുംബമായിരുന്നു കഴിഞ്ഞാൽ സോഷ്യൽ സപ്പോർട്ട് ഇഷ്ടം പോലെ, ഒരാൾക്ക് ഒരു വീക്ക്നെസ് അല്ലെങ്കിൽ ഒരു സോഷ്യൽ സ്ട്രെസ് വരുമ്പോൾ അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ സ്ട്രെസ് വരുമ്പോൾ അനദർ പേഴ്സൺ വിൽ ദെയർ എക്സ്റ്റെൻഡ് ദെയർ ഹെൽപ്പിംഗ് ഹാൻഡ് ബൈ വിച്ച് യു ഫീൽ ദാറ്റ് റിലാക്സ്ഡ് ആൻഡ് യു ഓൾവേസ് ഫീൽ ദാറ്റ് സംബഡി ആർ ദെയർ ടു ഹെൽപ്പ് യു. അതുകൊണ്ടാണ് ടോക്ക് മോർ വെൻ യു ഹാവ് സ്ട്രെസ്, ടോക്ക് മോർ വെൻ യു ഫീൽ ലോൺലിനെസ് ആൻഡ് നെവർ സീ ടെലിവിഷൻസ്, ഗോ ഔട്ട്സൈഡ് ആൻഡ് മീറ്റ് അതേഴ്സ് എന്നൊക്കെ പുതിയ തിയറികളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതാണ്. എന്തിനാന്ന് പറഞ്ഞാൽ യു ക്യാൻ റെഡ്യൂസ് സ്ട്രെസ്. ദാറ്റ്സ് വാട്ട് ഐ ജസ്റ്റ് വാണ്ടഡ് ടു ടെൽ ദാറ്റ്, ബൈ വിച്ച് ദ മൈൻഡ്ഫുൾനെസ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് എന്നാണ് എനിക്ക് തോന്നിയത്. ലെറ്റ് മീ സ്റ്റോപ്പ് മൈ ഷെയറിങ്. ഓക്കെ, സ്റ്റോപ്പ് ഷെയർ. ഇതാണ് ഞാൻ ഉദ്ദേശിച്ച ഒരു ടെലോമിയർ. സോ ഞാൻ സ്ട്രെസ്സും ലൈഫ് സ്പാനും പറയാൻ വന്നതാണെങ്കിലും എനിവേർ ആൻഡ് എവരിവെയർ ഇറ്റ് ഈസ് ബീൻ ഫൗണ്ട് ടെലോമിയർ ഈസ് പ്ലേയിങ് എ വൈറ്റൽ റോൾ. അപ്പം ടെലോമിയർ ആണ് നമുക്ക് ആക്ച്വലി ഷുഗർ കുറയ്ക്കാനും ചെയ്യേണ്ടത് ടെലോമിയർ എൻഹാൻസ്മെൻറ്റിനാണ്. BP കൂടിയാലും ടെലോമിയർ കുറയും. അപ്പം ടു കീപ്പ് അപ്പ് യുവർ ഹെൽത്തി ബോഡി യു ഹാവ് ടു ഓൾവേസ് എൻഷുർ ദാറ്റ് യുവർ ടെലോമിയർ ഈസ് ഹാവിങ് ഫുൾ ലെങ്ത്. ടെലോമിയർ ഫുൾ ലെങ്ത് ആയിക്കഴിഞ്ഞാൽ ബോഡിയൊക്കെ ചാമിങ് ആയിട്ട് മാറും. ബോഡി ചാമിങ് ആയിട്ട് മാറുമ്പോഴെങ്കിൽ ഫേസിയൽ എക്സ്പ്രഷൻസ്, ഫേസ് എല്ലാം ഒരു യങ്സ്റ്ററെ പോലെ ഫീൽ ചെയ്യും. അതുകൊണ്ടാണ് പല സ്വിമ്മേഴ്സും പല എക്സസൈസ് ചെയ്യുന്ന ആൾക്കാരുടെയും, ഞാൻ എന്നെക്കുറിച്ച് കൂടുതൽ പൊങ്ങച്ചം പറയുന്നില്ല കേട്ടോ സർ, എല്ലാവരും യങ്ങറായിട്ട് തോന്നും. ഇത് വളരെ സാർ ചിരിക്കുകയാണ്. ഇത് സത്യം. മീൻസ് ഞാൻ വൈ സ്ട്രെസ് ഇസ് ക്യാരിങ് അല്ലെങ്കിൽ ഇമ്പാക്റ്റിംഗ് എ ഹ്യൂമൻ ടു ഹാവ് ഏജിങ് എഫക്റ്റ്. And when you do exercise, when you do mindfulness practice, you reach to such a place that you are always energetic like an adolescent or a young man. എന്ന ചോദ്യത്തിനാണ് ഉത്തരം ഈ ടിലോമിയർ എന്ന് പറയുന്ന ക്രോമസോമിൻ്റെ ക്യാപ്പാണ് വലിയ സാധനം, വിച്ച് ഇസ് മേഡപ്പ് ഓഫ് TACG. ഗുഡ്, താങ്ക് യു. ആർക്കെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കുറച്ച് ചോദിക്കാം. സാർ, ഈ ടെലോമിയറിന്റെ ലെങ്ത് കുറഞ്ഞത് ഈ പറയുന്ന ടെൻഷൻസ്, സ്ട്രെസ് ഉണ്ടാകുമ്പോഴാണ്. അപ്പൊ നമ്മൾ ഈ അതെ. പറഞ്ഞ പ്രതിവിധികൾ ഉപയോഗിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അത് എലോങ്ങേറ്റ് ചെയ്ത് വരും എന്നാണോ? എങ്ങനെ സാർ, ഒന്നുകൂടെ ചോദിക്കണം. അല്ല, ടെലോമിയറിന്റെ ലെങ്ത് കുറയ്ക്കാൻ കുറെ കാരണങ്ങൾ പറഞ്ഞു. ഇപ്പം പ്രീനാറ്റൽ അതുപോലെ പല പല അതെ പ്രശ്നങ്ങൾ പറഞ്ഞു. അതെ അതിനെ ഒറിജിനൽ ലെങ്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ ഈ പറഞ്ഞ പ്രോസസ്സുകൾ ചെയ്താൽ ആ ലെങ്ത് റീഗെയിൻ ചെയ്യാൻ പറ്റും. അതെ, ലെങ്ത് ഇരിക്കും. ഫിസിക്കൽ ആക്ടിവിറ്റി, മൈൻഡ്ഫുൾനെസ്, സോഷ്യൽ സപ്പോർട്ട് സിസ്റ്റം ഇതെല്ലാം ചെയ്യുവാണെങ്കിൽ യു വിൽ ഏബിൾ ടു ഹാവ് ഇറ്റ്സ് ഓൺ ലെങ്ത്. ഇത് ശരിക്കും നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ നടക്കുന്ന കാര്യമാണ്. പക്ഷെ നമ്മൾ പെരിഫറലായിട്ട് പറയും നിങ്ങൾക്ക് ഇന്ന ഇന്ന പ്രശ്നമുണ്ടെങ്കിൽ ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്യും. അതെ പക്ഷേ സാർ, അതെ. അല്ല, ബാക്ക്ഗ്രൗണ്ടിൽ സാർ ഇത്രയും കാര്യങ്ങൾ ആരുടെ പറഞ്ഞാലും നീ വട്ടാ പോടാന്ന് പറയും. ഇത് ഇല്ല, അവർക്ക് അതൊരു ആവശ്യവുമില്ല. സാർ, വെൻ ഐ കം വിത്ത് സ്ട്രെസ്, ടെൽ മീ ഹൗ ടു ഓവർകം ദാറ്റ്.
എനിക്ക് തലവേദന തോന്നുന്നു, തലവേദന ഇരുന്ന് എങ്ങനെ മാറാം, ഇത്ര മാത്രമേ അവർ ചോദിക്കാറുള്ളൂ. നീ തലവേദന വന്നതിൻ്റെ റീസൺ ഇതാണടെ, നിന്റെ ക്രോമസോൺ ഇങ്ങനെ എക്സ് പോലെ കിടക്കും, അതിൻ്റെ അറ്റത്തുള്ള ക്യാപ്പിൻ്റെ പ്രശ്നം, ആ ക്യാപ്പ് ഫുൾ ലെങ്ത് വന്നില്ലെന്ന് പറഞ്ഞാൽ ഏത് ക്യാപ്പിന് എവിടെ കണ്ടെന്ന് അവൻ പറയും. ഇതൊരു സൈക്കോളജിക്കൽ ഗ്രൂപ്പും ഹൂ ആർ ഇൻട്രസ്റ്റഡ് ടു ഹാവ് ഫർദർ ലേണിങ്സ്. അതുകൊണ്ട് മാത്രമാണ് ഇതിൻ്റെ ബേസിസ് എന്താണെന്ന് നമ്മൾ മനസ്സിലായി കഴിഞ്ഞാൽ നമ്മൾ നാട്ടുകാരുടെ മുമ്പിൽ കുറച്ചുകൂടെ സ്ട്രോങ്ങർ ആയിട്ട്, പ്രത്യേകിച്ച് ഉലകണ്ണൻ സാറിനൊക്കെ എക്സ്ട്രാ സോഫ്റ്റ് ആയിട്ട്. സാർ ഒറ്റ മിനിറ്റ്, ഒരു ചെറിയൊരു കോൾ. ഓക്കെ. അപ്പോൾ സാർ പറഞ്ഞതിൻ്റെ അർത്ഥം ഇതാണ്. ടെലോമിയർ എന്ന് പറയുന്നത് നമ്മുടെ കോശത്തിലുള്ള ക്രോമസോമുകളുടെ അറ്റത്തുള്ള വളരെ സംരക്ഷണം നൽകുന്ന കവചങ്ങളാണ്. ഇവ ചുരുങ്ങാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ചുരുങ്ങിക്കഴിഞ്ഞാൽ കോശങ്ങൾക്ക് വാർദ്ധക്യത്തിനും ക്യാൻസർ, ജനിതക തകരാറുകൾ എന്നിവയ്ക്ക് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ കോശ വിഭജനം നടക്കാനും DNA നഷ്ടപ്പെടാനും ഒക്കെയുള്ള സാഹചര്യങ്ങളും ഉണ്ടാകും. അങ്ങനെ ചെറുതാകുന്നതുകൊണ്ട് കോശങ്ങൾ നിർജ്ജീവമായി പോകാം, മരണം സംഭവിക്കാം, ഇല്ലെങ്കിൽ പ്രായം എന്ന് പറയുന്ന ആ പ്രോസസ്സിലേക്ക് വരാം. അപ്പോൾ അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ടെലോമിയർ എന്ന് പറയുന്ന ഈ ഒരു ടൈറ്റിലൂടെ സാറ് പറഞ്ഞത്. ഓക്കെ. അപ്പം റോയ് സാറോ ഉലകണ്ണൻ സാറോ? ഒരു സംശയം ചോദിക്കാനുണ്ട്. നമ്മുടെ ശരീരത്തില് ഒത്തിരി ക്രോമസോംസ് ഉണ്ടല്ലോ, അതിന്റെ എല്ലാത്തിന്റെയും ടെലോമിയർ ഇങ്ങനെ ഒന്നിച്ചു കുറയുമോ അതെയോ ഓരോ കുറെ ആയിട്ടാണോ കുറയുന്നതെന്ന് അറിയാനാണ്. എല്ലാ കോശത്തിലും ടെലോമിയർ ഉണ്ട് സാർ. ഉണ്ട്, പക്ഷെ അത് എല്ലാത്തിനും ഒരുപോലെയാണോ എഫക്ട് ചെയ്യണേ, അതെയോ ഇതുമായിട്ട് ബന്ധപ്പെട്ട പ്രദേശങ്ങളിലെയാണോ ക്രോമസോം? സോറി സാർ, ഞാൻ തിരിച്ചു വന്നു. സാർ പറയുക. റോയ് സാർ ഒരു ചോദ്യം ചോദിച്ചാൽ റോയ് സാർ എന്നാണ് ചോദിക്കും. സാറേ, നമ്മുടെ ശരീരത്തില് ഒത്തിരി ക്രോമോസോംസ് ഉണ്ടല്ലോ. അതെ. അപ്പൊ ഈ എല്ലാ ക്രോമോസോമിനും ടെലോമിയർ ഉണ്ട്. പക്ഷെ അത് എല്ലായിടത്തും ഒരുപോലെ ഫ്ലാറ്റ് ആയിട്ടാണോ റെഡ്യൂസ് ചെയ്യുന്നത് നമ്മുടെ ദൈനംദിന ഇതുകൊണ്ട്, അതെയോ കുറെ പ്രദേശങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതാണോ വരുന്നതെന്നാണുള്ളൂ? സാർ, ഓരോരോ പ്രദേശത്ത് വന്നു കഴിഞ്ഞാലും ഈ ബ്ലഡ് ഈസ് എ കാരിയർ. അവർ ചെന്നിട്ട് എല്ലാ സെല്ലിനും ഈക്വലാണ് പാർട്ടിസിപ്പേഷൻ കൊടുക്കുന്നത്. അപ്പൊ കൊടുത്തു വരുമ്പോൾ ഒരു സ്ഥലത്ത് ഒന്ന് കുറച്ചുകൂടെ ഒരു 60% ഉള്ളെങ്കിൽ ഇവൻ ഒരു 35% കൊടുത്തിട്ട് ഇമ്മീഡിയറ്റ്ലി 100 ആക്കില്ല, 95 കൊടുക്കും. അങ്ങനെ ഇത് എൻ്റെ ഒരു ഗസ്സിംഗ് ആണ് കേട്ടോ സാർ. അടുത്തതിൽ പോകും. പക്ഷെ ഒരു മണിക്കൂർ കണ്ട് എല്ലാവരും ഈക്വലി ഡൗൺ ആവും. 5% എല്ലാവരും കുറയും. അറിയാം, ബ്ലഡ് സർക്കുലേറ്റ് ചെയ്ത് ഈ ബ്ലഡ് ചെയ്യണം. ബിക്കോസ് നമ്മൾ ഒരു സെല്ല് ഈസ് റെപ്ലിക്ക ആർ റെപ്രസെന്റേറ്റീവ് ഓഫ് എവറി സെൽ. നമ്മൾ ഒരു പാന ചോറ് വെച്ചിട്ട് ചോറ് വെന്തോന്ന് നോക്കുന്നതിന് ഒരു ഇതാണ് നോക്കുന്നതല്ലേ സാർ? അതേപോലെയാണ്. സാറ് പറഞ്ഞ നമ്മൾ രണ്ടുപേരും ഡിസ്കസ് ചെയ്യുന്ന ആ പോയിന്റ് പറഞ്ഞില്ലെങ്കിൽ ഒരുത്തന്റെ കൈ മാത്രം ടോട്ടലി പോകും, ബാക്കി ബോഡി എല്ലാം ഭയങ്കര സ്ട്രോങ്ങർ ആയിട്ട് നിൽക്കും. അല്ല, അങ്ങനെ ആകത്തില്ല സാർ. ബോഡി ടോട്ടലി നമ്മുടെ പ്രഗ്നൻസിയില് സ്ട്രെസ് കൂടുതൽ വന്നു കഴിഞ്ഞാല് ഈ കുട്ടിയുടെ സെൽസിലെ ടെലോമിയർ റെഡ്യൂസ് ചെയ്ത് പോകുന്നത് കൊണ്ട് ഡിഫോർമിറ്റി ഉണ്ടാവും സാർ പറഞ്ഞു. അതെ, ഓട്ടിസം പോലെയുള്ളത്. അപ്പൊ അത് ടോട്ടലായിട്ടല്ലല്ലോ, അതിന്റെ കുറെ ഈ ഒരു ഓട്ടിസം എന്ന് പറയുന്നത് കുറെ വേറെ ഒരു ഭാഗത്ത് മാത്രമല്ലേ ഉള്ളൂ വരുന്നത്. എനിക്ക് അത് തറവായിട്ട് എടുക്കുവാണെങ്കിൽ ഒരു ഭാഗത്ത് വീക്ക് എന്ന് നമ്മൾ പറയുവാണെങ്കിലും എവറി സെല്ലിന്റെ ഒരു ആക്ഷൻസ് കുറവായിരിക്കാം. സാറേ, അതിൻ്റെ അത് പറയുന്നത് എനിക്ക് തോന്നുന്നത് ഇങ്ങനെയാണ്. ഈ ഒരു സെല്ല് വിഭജിക്കുമല്ലോ, ഒരു സെല്ല് വിഭജിക്കുമ്പോൾ ചെറിയ സെല്ലായിരിക്കും ആദ്യം ഉണ്ടാകുന്നത്. ആ സെല്ല് പൂർണ്ണമായിട്ട് ആ സമയത്തുണ്ടാകുന്ന ടെലോമിയറിന്റെ ലെങ്ത് യഥാർത്ഥത്തിലുള്ള ലെങ്തിലേക്ക് എത്താൻ പറ്റാത്ത രീതിയിൽ ഈ പറയുന്ന പ്രോബ്ലംസ് ഒക്കെ കാരണമാകും. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ സെൽ ഡിവിഷനിലെ ടെലോമിയറിന്റെ ഒറിജിനൽ ലെങ്തിലേക്ക് എത്താൻ പറ്റാതെ വരും. അത് വരുത്താൻ സാർ പറഞ്ഞ പോലുള്ള മെത്തേഡുകൾ ഉപയോഗിച്ച് അപ്പൊ എല്ലാ സെല്ലുകൾക്കും അത് സംഭവിക്കാം എന്നാണ് പറഞ്ഞത്. അപ്പൊ നമ്മൾ ഈ ടെലോമിയർ റെഡ്യൂസ് ചെയ്യാതിരിക്കാൻ ഫിസിക്കൽ ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ റെഗുലർ 14 മുതൽ 75 മിനിറ്റ് വരെയുള്ള എക്സസൈസ്, ഫിസിക്കൽ ആക്ടിവിറ്റി വേണം. അതുപോലെ തന്നെ ഷുഗറും പ്രോസസ്ഡ് മീറ്റ് പോലെയുള്ള കാര്യങ്ങളൊക്കെ കുറച്ച് ഹെൽത്തി ഡയറ്റ്. ഓക്കെ,
ദെൻ സ്ട്രെസ് മാനേജ്മെന്റ്. അതിന് ഏറ്റവും നല്ലതാണ് നമ്മളുടെ ഈ മൈൻഡ്ഫുൾ സ്ട്രെസ് റിഡക്ഷൻ എന്ന് സാർ പറഞ്ഞു. അല്ല, പിന്നെ ഏറ്റവും അതിലും നല്ലത് പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് സാറേ പറഞ്ഞത് ഞാൻ പ്രാക്ടീസ് സോഷ്യൽ ചെയ്യുന്നതുകൊണ്ട് സപ്പോർട്ട്. ഞാൻ പ്രാക്ടീസ് ചെയ്യുന്ന മൈൻഡ്ഫുൾനെസ് ആയതുകൊണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതും ഓക്കെ സാർ. ഏറ്റവും വലിയത് മൈൻഡ്ഫുൾനെസ് എന്നായിരിക്കും. യോഗാചാര്യന് യോഗ മാത്രമായിരിക്കും നല്ല ഓക്കെ. സാധനം എന്ന് പറയും. പിന്നെ ഉള്ളത് ഹെൽത്തി എൻവിറോൺമെന്റ്, അതെ, സോഷ്യൽ കോണ്ടാക്റ്റിൽ പറ്റും എന്ന് പറഞ്ഞാൽ വൈകാരിക പക്വത നേടണം എന്നാണ് എൻ്റെ ഒരു അർത്ഥം. ഓക്കെ സർ. വളരെ സിമ്പിളാണ് സാർ. ഇതിനകത്ത് ഒരു നാലാമത്തെ ഇമ്പോർട്ടന്റ് ഏരിയയും കൂടെ അവർ പറയുന്നുണ്ട്, സോഷ്യൽ സപ്പോർട്ടീവ് സിസ്റ്റം. സോഷ്യൽ സപ്പോർട്ടീവ് സിസ്റ്റം എന്ന ഒരു പ്രായമായി കഴിഞ്ഞാൽ വീട്ടിനകത്ത് ഇരിക്കുന്നത്, കൂട്ടുകാരന്മാരെ പോയി കാണുക, സംസാരിക്കുക, പെൻഷൻ വാങ്ങിക്കാൻ. അതുകൊണ്ടാണ് പറയുന്നത് പെൻഷൻ ഓൺലൈനിൽ വാങ്ങിക്കുന്നത്, പെൻഷൻ ട്രഷറിയിൽ ചെന്ന് ഇരുന്ന് സംസാരിച്ച് ഒരു ചായ കുടിച്ചിട്ട് 4 പേരെയും കണ്ട് ഹായ് പറഞ്ഞ് വരിക എന്നൊക്കെ. അതല്ല ഇപ്പം അതുകൊണ്ടാണ് അതിന് ഡിപ്പെൻഡൻസും മറ്റൊന്നും സംഭവിക്കില്ല. പ്രായമായി അതെ കഴിഞ്ഞാൽ എവിടെയെങ്കിലും അതെ ഒതുങ്ങിയിരിക്കാനാണ് പറയുന്നത്. അതാണ് ഇപ്പൊ പുതിയതായിട്ട് ആ U3A എന്ന് പറയുന്നത്, യൂണിവേഴ്സിറ്റി ഓഫ് തേർഡ് ഏജ് ഓക്കെ. ഓസ്ട്രേലിയയിൽ സ്റ്റാർട്ട് ചെയ്ത് ഇപ്പം നമ്മുടെ കോട്ടയം യൂണിവേഴ്സിറ്റിയിൽ MG യൂണിവേഴ്സിറ്റിയിലൊക്കെ നിൽക്കുന്നു, ഓൾ കേരളയിൽ സ്പ്രെഡ് ചെയ്യുന്നു. ഇതിൻ്റെ എല്ലാം ഉദ്ദേശം ബേസിക്കലി ഞാനിത് വായിച്ചതിന് ശേഷം എനിക്ക് മനസ്സിലായത്, ടു കീപ്പ് അപ്പ് യുവർ ടെലോമിയർ ലെങ്ത്. അപ്പൊ ഇതൊക്കെ സാധാരണ പറയാനാണെങ്കിലും ഇതിന്റെ പ്രധാന റൂട്ട് കോസ് എന്ന് പറയുന്നത് ക്രോമോസോമിന്റെ അറ്റത്തുള്ളതായ ടെലോമിയറിനെ ആണ് ഇതിനൊക്കെ ഒന്നാണ് സയന്റിഫിക് ആയിട്ടുള്ള ഇന്റലിജൻസ്. മറ്റേ ചുമ്മാ ഇങ്ങനെ പറയുന്നുള്ളൂ, തെളിവുകളൊന്നുമില്ല. അപ്പൊ അതിനുള്ള തെളിവുകൾ ആണ് ഈ പറയുന്ന കാര്യങ്ങൾ എന്ന് മനസ്സിലാക്കി പറയാനുള്ള അവസരം. സാറിന് ഈ ടോപ്പിക് ഇഷ്ടപ്പെട്ടെന്ന് അർത്ഥം. സാറേ, ഒരു പോയിന്റ് കൂടി ഇതിനകത്ത് പറയണേ. നമ്മളുടെ സെല്ലുകൾക്ക് ലൈഫ് സ്പാൻ എന്ന് പറയുന്നത്, നമ്മളെ ഗട്ട് ലൈനിങ്ങിന് വെറും 4 ദിവസം 5 ദിവസമൊക്കെ ഉള്ളൂ. പക്ഷേ ഹാർട്ട് മസിലിന് 40 വർഷമുണ്ട്. അതുപോലെ ബ്രെയിൻ ആൻഡ് ഐ ലെൻസിന് ലൈഫ് ലോങ് ആണ്, എന്ന് വെച്ചാൽ ലൈഫ് ടൈമാണ്. അപ്പോൾ തന്നെ നമുക്ക് ഇതിനെ കറക്റ്റ് ആക്കാൻ പറ്റും. അപ്പോൾ ഒരു സെല്ലിൻ്റെ തന്നെ അല്ലെ, ഈ ഇപ്പം ബ്രെയിനിൻ്റെയും ഹാർട്ടിൻ്റെയൊക്കെ ആ ഒരൊറ്റ ടെലോമിയർ ലെങ്ത് കുറഞ്ഞാൽ തന്നെ ഈ സകല പ്രശ്നങ്ങളും വരും. കാരണം ബ്രെയിനിൻ്റെ ലൈഫ് ടൈമാണ് അതിൻ്റെ സെല്ലിൻ്റെ ലൈഫ്. അപ്പോൾ ഒറ്റ സെല്ലിൻ്റെ ഇത് കുറഞ്ഞു പോയി കഴിഞ്ഞാൽ എല്ലാം പോയി. അപ്പോൾ എല്ലാ അല്ല, ബ്രെയിൻ ഒരു സെല്ലാണല്ലോ സാർ മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ആ GGG എഫക്റ്റ് വെച്ച് ഒരു സെല്ലാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ഗോട്ടിൻ്റെ ഇതാണ്, അവരാണ് ക്വാഡ്രപ്ലേറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. പക്ഷേ ഈ ബ്രെയിനിന്റെ സെൽസ് ലൈഫ് ടൈം, അതിന്റെ ലൈഫ് സ്പാൻ ലൈഫ് ടൈം. പക്ഷെ സാധാരണ സ്കിന്ന്, വൈറ്റ് ബ്ലഡ് സെൽസ്, റെഡ് ബ്ലഡ്, ലിവർ, ഫാറ്റ്, അതിനൊക്കെ വളരെ കുറച്ച് കാലങ്ങളേ ഉള്ളൂ. സാർ ലൈഫ് ടൈം എന്ന് പറയുന്നതിന് പകരം ഞാനൊരു കാര്യം പറഞ്ഞു തരാം. മൈൻഡ്ഫുൾനെസ്സിൽ എന്താണ് ചെയ്യുന്നത് പറഞ്ഞാൽ, വെൻ യു ഡിറൈവ് ന്യൂ പാത്വേ ന്യൂറൽ നെറ്റ്വർക്ക്സ്, യു ഗെറ്റ് യുവർ മെമ്മറി എൻഹാൻസ്ഡ് ആൻഡ് യു ഗെറ്റ് ഇന്നോവേറ്റീവ് ഐഡിയ എന്നൊക്കെ പറയുവാണെങ്കിൽ, നമ്മൾ എന്താണ് ചെയ്യുന്നത്? ഏതോ ഒരു സെൽസിന് എവിടെയോ റീജനറേറ്റ് ചെയ്യുകയാണ്. നമുക്കറിയാവുന്ന ഓട്ടോ പൈലറ്റ് മോഡിൽ നിന്ന് മാറി നമ്മൾ ബിഗിനേഴ്സ് മൈൻഡിൽ ചെന്ന് പുതിയതായിട്ട് ഒരു റൂട്ട് കണ്ടെത്തി പുതിയ റൂട്ടിൽ കൂടെ നമ്മൾ സഞ്ചരിക്കാൻ ചെല്ലുമ്പോൾ, ഈ ചെല്ലുന്നതെന്ന് നമ്മൾ ഇതെല്ലാം പറഞ്ഞെങ്കിലും സെൽസിൻ്റെ വേറെ എവിടെയോ ആക്ടിവിറ്റീസ് മാറുന്നുണ്ട് എന്നാണ് അർത്ഥം. പറയാം, പുറത്ത് ഇപ്പം നമ്മൾ കുറച്ചു മുമ്പ് പറഞ്ഞ പുറലോകത്തിൽ കൂടെ പുതിയത് ന്യൂറൽ പാത്വേസ് വരുമ്പോൾ യു ഗെറ്റ് ടു സം മോർ എനർജി, സം മോർ ന്യൂ ഐഡിയ ആൻഡ് യു ബിക്കം യങ്ങർ എന്നൊക്കെ നമ്മൾ പറഞ്ഞെങ്കിലും ആക്ച്വലി വാട്ട് ഈസ് ഹാപ്പണിംഗ് എന്ന് പറഞ്ഞാൽ ടിലോമിയറിനെ കുറിച്ച് വായിച്ചതിന് ശേഷം മനസ്സിലായത് ഈ ടിലോമിയറിൻ്റെ പ്രോബ്ലമാണ്. ടിലോമിയർ എഫക്റ്റ് എന്നാണ് കൂടുതൽ നമ്മൾ പറയേണ്ടി വന്നത്. ഇവിടെ ടിലോമിയർ നീളം കുറയാത്ത ആളുകളുണ്ട്. ജ്യോതികുമാർ സാർ പറയും. യെസ് പറയണം സാർ. നമസ്കാരം. നല്ല നന്നായിട്ടുള്ള അവതരണ ശൈലി. ഞാൻ നേരത്തെ തുടങ്ങുമ്പോൾ പറഞ്ഞ പോലെ തന്നെ ബെസ്റ്റ് എക്സാമ്പിൾസ് ആണ് സാർ കോട്ട് ചെയ്തത്. കാരണം ആ ക്രോമസോമിന്റെ ക്യാപ്പിന് ഇതിലത്ര പറ്റിയൊരു ഉദാഹരണം വേറെ ഇല്ലെന്ന് തോന്നുന്നു. എനിക്കിതിനെ പറ്റിയൊന്നും അറിയില്ല, എങ്കിലും ഞാൻ പറയാണ്, ആ ഷൂ ലേസിന്റെ ക്യാപ്പ് പോരെ പറയാം ഞാൻ. സോഫ്റ്റ് അറ്റ് ദ സെയിം ടൈം എന്താണ് ബെസ്റ്റ് ചെയ്യാതിരിക്കാനും എന്താ സ്ട്രോങ്ങുമായിട്ടുള്ള. പക്ഷെ ഈ ക്രോമസോം ക്യാപ്പിന് വല്ലാത്തൊരു സാധനമാണല്ലോ എന്റെ ഈശ്വര. ഇവനെയാണ് നമ്മൾ നമിക്കേണ്ടത് അല്ലേ? അതെ, ആവട്ടെ. എന്തായാലും ടിലോമേറിനെ പറ്റി ഞാൻ വാസ്തവത്തിൽ ആദ്യമായിട്ടാണ് ഈ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നത്, കേൾക്കുന്നത് തന്നെ.
കാരണം ഇത്രയും ഡീപ്പായിട്ടൊന്നും ഒരു ക്ലാസ്സിൽ ഇതുവരെ ഇരുന്നിട്ടില്ല. പിന്നെ ഇളങ്കോവൻ സാറിന്റെ പഴയ കുറച്ച് അടുത്തായിട്ട് ഞാൻ കുറച്ച് ക്ലാസ് ഇട്ട് കേട്ടിട്ടുമില്ല. എങ്കിലും വളരെ നന്നായിട്ട് തന്നെ സാർ അത് വീട്ടിൽ താമസിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ടും പിന്നെ ധാരാളം എക്സാമ്പിൾ അല്ലേ, നമ്മളെ മൃഗങ്ങൾ നമ്മളോട് പെരുമാറുന്നതിനെ പറ്റിയും എന്നിട്ടാണ് സബ്ജക്റ്റിലേക്ക് കടക്കുന്നത്. അപ്പോഴാണ് ഈ ക്രോമോസോമും ഈ പറഞ്ഞ എന്താ പറയേണ്ടത് ന്യൂക്ലിയസും അതുപോലെ എല്ലാം കാണിച്ചുള്ള ജീനും DNA ഒക്കെ. എനിക്ക് ഒരൊറ്റ സംശയം ഇപ്പോഴുള്ളൂ. ഞാൻ ഒരു ചോദ്യം ചോദിക്കട്ടെ സാർ? ഒരൊറ്റ ചോദ്യം. ചോദിക്കും. നമ്മൾ നന്നായിട്ടുള്ള യോഗ ചെയ്ത ആള്, അതുപോലെ തന്നെ നല്ല എക്സസൈസ് ചെയ്യുന്നു, വളരെ ഹാപ്പി ആയിരുന്നു, ഈ ആയുർവേദം വരെ പഠിച്ച് ആയുർവേദത്തിന്റെ വലിയ മന്നൻ എന്നൊക്കെ പറഞ്ഞ് നടന്ന ആള് അവസാനം ഒരു ദിവസം കിടപ്പിലാവുന്നു. ദെൻ എൻ്റെ വളരെ അടുത്ത ഒരു ബന്ധുവാണ്. അദ്ദേഹം എന്നിട്ട് ലാസ്റ്റിൽ തീരെ എല്ലാം ഡെഡായി. എവറിഥിങ് ഡെഡ് എന്ന് പറഞ്ഞാൽ ലിവറും അതുപോലെ തന്നെ കിഡ്നി എല്ലാം ചെയ്തു. ബട്ട് ഹാർട്ട് മാത്രം വേറെ ഒന്നുമില്ല. അങ്ങനെ കുറച്ചു കാലം കിടന്നു, ഒന്നും ചെയ്യാനാവാതെ. അപ്പൊ അതിന്റെ ഒരു സ്ഥിതി എന്താണ്? ഇത്രയും കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി ചെയ്ത ഒരാള്, ഞാൻ എല്ലാവരെയും ഒരു ജനറലൈസ് ചെയ്യുന്നതല്ലേ, എങ്കിലും ഇത്തരത്തിലും സംഭവിക്കുന്നുണ്ടല്ലോ. അതെവിടെയാണ്, എന്താണ് പറ്റുന്നത് പറയാൻ പറ്റുമോ? സാർ അത് ഒരു കാര്യം പറഞ്ഞു തരാം. ഒരു 3-4 വർഷത്തിന് മുമ്പ് ഒരു യൂണിവേഴ്സിറ്റിയുടെ, കേരള യൂണിവേഴ്സിറ്റിയുടെ ആൻസർ ബുക്സ് പുറത്തിരുന്ന് പിടിച്ചു. സാറിന് ഓർമ്മ ഉണ്ടോ? ഇല്ല അല്ലേ? യൂണിവേഴ്സിറ്റിയുടെ ആൻസർ ബുക്സ് പുറത്ത് ഓരോരോ വീടുകളിലിരുന്ന് പിടിച്ചെടുത്തു. ഓക്കെ അങ്ങനെ. അത് പിടിച്ചെടുത്തില്ലായിരുന്നെങ്കിൽ ആ ആൻസർ ബുക്കിൽ ആൻസർ എഴുതി യൂണിവേഴ്സിറ്റിയിൽ ചെല്ലുമ്പോൾ യൂണിവേഴ്സിറ്റിയിലെ ഒരു പ്രൊഫസർ പറയും, ഹീ സ്കോർഡ് ഹൈ മാർക്ക്, ഹീ ഈസ് ഗുഡ് എന്ന് പറയും. സാർ ഇപ്പോൾ പറഞ്ഞ ആ യോഗാചാര്യൻ എല്ലാം നല്ല രീതിയിൽ ചെയ്തു, എല്ലാം ഇത് ചെയ്തു എന്ന് പറയുന്നത് സാറിൻ്റെ ആംഗിളിൽ ഇതേപോലെ യൂണിവേഴ്സിറ്റിയിൽ വന്ന ഇതാണ്. ആക്ച്വലി ബോഡിയിൽ എവിടെയോ എക്സ്ട്രാ സ്ട്രെസ്സോ എന്തോ ചെയ്യാൻ പറ്റില്ലാത്തത് ചെയ്തതോ എന്തോ ആയിരിക്കാം. അത് ഞാൻ ആക്ച്വലി നമ്മൾ കേസ് വായിക്കാതെ പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പാടില്ല. അപ്പം സാറിൻ്റെ അബ്ജക്റ്റീവ്, he has done perfectly, he was been very professional, he was everything. അതെല്ലാം സമ്മതിച്ചു ഞാൻ. എക്സാക്ട്ലി കറക്റ്റ്. എന്റെ അറിവ് വെച്ചിട്ട് അയാൾ ഭയങ്കരനാണ്. പറഞ്ഞോളൂ. അല്ല, എന്റെ എക്സാമ്പിൾ കൊള്ളാവോ സാർ? ബെസ്റ്റ് പറഞ്ഞോളൂ, പറയൂ. അല്ല, അതാണ് പറഞ്ഞത്. യൂണിവേഴ്സിറ്റിയുടെ എക്സാമ്പിൾ പറഞ്ഞപ്പോൾ അവന് ഹൈ മാർക്ക് കൊടുത്തു സാറ്. കറക്റ്റ്, അതാണ്. എക്സാക്ട്ലി. താങ്ക് യു സർ. താങ്ക് യു. കൂടുതലൊന്നും ചോദിക്കാൻ എനിക്ക് ഇതിനെപ്പറ്റി വലിയ വിവരമില്ലാത്തതുകൊണ്ട് ഞാൻ നിർത്തുകയാണ് സാബു സാർ. ഇല്ല സാർ, എനിക്ക് വിവരമൊന്നുമില്ല. ഐ എം എ ലേണർ സാർ. ഞാൻ പറയുന്ന എല്ലാം എക്സ്ട്രാർഡിനറി സത്യം. ടെലോമിയറിന് ലെങ്ത് കൂട്ടുന്ന ഒരു പരിപാടിയാണ്, ആദ്യം മനസ്സിലാക്കും. അതുപോലെ തന്നെ സാർ, അതൊക്കെ നമ്മൾ തമ്മിൽ ചേരുമ്പോ അത് ഉണ്ടാവുന്നുണ്ടല്ലോ സാർ. അതല്ലേ ഈ 7 മണിക്കൂടെ ഞങ്ങളെല്ലാം എത്തുന്നത്. എന്റെയൊക്കെ ലെങ്ത് കൂടിയിരിക്കുക. അപ്പൊ സാർ പറഞ്ഞ പോലെ ഓരോ സമയത്തും സെല്ല് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ പുതുതായി ടെലോമീറിന്റെ ലെങ്ത് കുറഞ്ഞു വരും. അതിനെ ഡെവലപ്പ് ചെയ്തെടുത്തില്ല എങ്കിൽ ആണ് ഈ ഏജിങ് വരുന്നത്. ഓക്കെ, ശരി സാർ. അല്ല, ഏജിങ് പിന്നെ എന്ത് സംഭവിക്കും എന്ന് പറഞ്ഞാൽ ടെലോമിയറിന്റെ മൾട്ടിപ്ലിക്കേഷൻ കുറയും സാർ. ആദ്യം ലെങ്ത് കുറയും, പിന്നെ അതിന്റെ കേപ്പബിലിറ്റി ഫർദർ ഡെവലപ്പിങ്ങിന്, ഹാർമോണിയസ് ഡെവലപ്മെന്റ് പറ്റില്ലാതെ വരുമ്പോൾ അവരുടെ മൾട്ടിപ്ലിക്കേഷൻ കുറയും. ടെലോമിയറിന് ലെങ്ത് കുറഞ്ഞാൽ DNA മൾട്ടിപ്ലിക്കേഷന്റെ സാധ്യതകൾ കുറയും. ഇപ്പൊ കുട്ടിക്കാലത്ത് തന്നെ ഇപ്പൊ നമുക്ക് തന്നെ അറിയാം, ഈ ADHD പോലുള്ള അസുഖങ്ങളുള്ള കുട്ടികൾ ഇഷ്ടംപോലെ ഉണ്ടല്ലോ. ഇപ്പോൾ ഏറ്റവും വളരെ ചെറിയ കാലത്ത് തന്നെ ഈ പറയുന്ന പ്രോബ്ലം ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഡെവലപ്മെന്റ് തീരെ കുറവാണ്. അപ്പോൾ ആ ഡെവലപ്മെന്റ് കുറയാനുള്ള കാരണം ഈ സെൽ ഡിവിഷൻസ് ഒന്നും സംഭവിക്കുന്നില്ല. അപ്പോൾ ഉള്ള സെല്ലുകൾ വെച്ച് മാനേജ് ചെയ്ത് പോവുകയോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ടെലോമിയർ ലെങ്ത് കുറയുകയോ ചെയ്യുന്നത്. അതന്നെ സാർ പറയും. സാർ, അതായത് ഇന്നും ഒരു പുതിയ സദ്യയാണ് ഞാൻ ഉണ്ടത്. ഞാൻ കേൾക്കാത്ത ഒരു കാണാത്തതും കഴിക്കാത്തതുമായ ഒരു ഭക്ഷണമാണ് ഇന്ന് കിട്ടിയത്. അതേ വാക്ക് തന്നെയാണ് ബുലിമിയ.
അതെന്താണെന്ന് ആദ്യം സാറ് പറഞ്ഞപ്പോൾ ഞാൻ എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാനത് കേട്ടിട്ടില്ല. പക്ഷെ കേട്ട് കഴിഞ്ഞപ്പോ എനിക്ക് തോന്നി ഇത് അത്ഭുതകരമായ ഒരു സാധനം നമ്മുടെ മുന്നിലൂടെ ഇങ്ങനെ ഓടിക്കളിച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. ഇപ്പൊ എന്റെ മുന്നിൽ ഒരു ചെറിയ സംശയം വന്നത്, ഈ ചൈൽഡ്ഹുഡ് ട്രോമാസ് അത് പിന്നെ അഡൽട്ടിലേക്ക് എത്തുമ്പോൾ അയാളുടെ ഇത് കുറഞ്ഞു പോവുകയാണോ ചെയ്യുന്നത്? ഈ ടെലിമിയ എന്നുള്ള ആ വസ്തുതയുടെ നീളം കുറഞ്ഞ് അയാള് അതിന്റെ റിസൾട്ടിലാണോ അയാൾ പെരുമാറുന്നത്? ചൈൽഡ്ഹുഡ് ട്രോമയിൽ ഉണ്ടായ ബുദ്ധിമുട്ടുകള് അയാളുടെ ടെലിമിയർ വളർച്ച കുറഞ്ഞ് അയാൾ അഡൽട്ട് ആകുമ്പോ ആ രീതിയിലുള്ള പെരുമാറ്റം ഉണ്ടാകുന്നത് ഇവിടെ നിന്നാണോ? സർ അങ്ങനെ ആയിരിക്കണം. എന്താന്ന് പറഞ്ഞാൽ ഇവരുടെ റിസർച്ച് പേപ്പറിൽ പറയുന്ന ഒരു ഇതാണ് ഇമ്പാക്റ്റുകൾ എവിടൊക്കെ വരുന്നതെന്ന്. ആക്ച്വലി ഞാൻ ആ റിസർച്ചിൽ ഇൻവോൾവ് ആയിരുന്നില്ല. അപ്പം അതുകൊണ്ട് ഐ വിൽ നോട്ട് ഏബിൾ ടു ടെൽ വിത്ത് എംപിറിക്കൽ എവിഡൻസ്. പക്ഷെ എനിക്ക് റിസർച്ച് പേപ്പറിൽ നിന്ന് കിട്ടിയ വാക്കാണ് അത്. അപ്പം അതിലിരുന്ന് നമ്മൾ എടുക്കേണ്ട നിഗമനം, ഈവൻ അവരുടെ ചൈൽഡ്ഹുഡ് ട്രോമ പോലും ഇവരുടെ അഡൽട്ട്ഹുഡ്, ഇത് മീൻസ് ചൈൽഡ്ഹുഡ് ട്രോമ അനുഭവിച്ചു കഴിഞ്ഞാൽ അപ്പോഴേ ടെലിമറിൽ കുറച്ച് ഡെഫിഷ്യൻസി തുടങ്ങുകയാണ്. 100 അടുത്ത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അവന് 96 വരെ എത്തുന്നുള്ളൂ. ഇത് എൻ്റെ ഒരു നിഗമനമാണ് സാർ. 96 വരെ എത്തുന്നുള്ളൂ. കുറേ കാലം കഴിയുമ്പോൾ 93 എത്തുന്നുള്ളൂ, പിന്നെ 85 എത്തുന്നുള്ളൂ, പിന്നെ 78 ആകുന്നുള്ളൂ. അപ്പോൾ അഡൽട്ട്ഹുഡ് എത്തുമ്പോൾ അവൻ ആക്ച്വലി വല്ലാത്ത പ്രശ്നത്തിലോട്ട് മീറ്റ് ചെയ്യുന്നെന്നാണ് ഈ റിസർച്ച് പേപ്പർ പറഞ്ഞതാന്ന് തോന്നുന്നു. നമ്മളെല്ലാം പഴയ റിസർച്ചുകൾ വെച്ചാണല്ലോ ഇതെല്ലാം സംസാരിക്കുന്നത് സാർ. അല്ലാതെ ടെലിമിയറിനെ ഞാൻ കണ്ടിട്ടേ ഇല്ല നേക്കഡ് ഐ കൊണ്ട്. ഞാൻ ആ വാക്ക് കിട്ടിയത് കൊണ്ടാണ് ഇങ്ങനെ ഒന്ന് കണക്ട് ചെയ്യാനായിട്ട് ശ്രമിച്ചത്. അതായിരിക്കുമെന്ന് സാറ് പറയുകയും ചെയ്യുന്നു. അത് എനിക്കും ബോധ്യമാകുന്നു സാർ. കാരണം എനിക്കറിയാവുന്ന ചില കുട്ടികളുണ്ട് നമ്മുടെ വീടിനടുത്തുള്ളവരൊക്കെ. അവർ എത്ര മുന്നോട്ട് കയറിപ്പോയിട്ടും അങ്ങോട്ട് എത്തുന്നില്ല. അവര് എക്സ്പെക്ട് ചെയ്യുന്ന തലത്തിലേക്ക് എത്തുന്നില്ല. അവര് എക്സസൈസ് അങ്ങനെയുള്ള ആ രീതിയിൽ പോകാത്തത് കൊണ്ടാണോ എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ പ്രാക്ടിക്കലി അവർക്ക് അത്രയും കയറി പോകാൻ കഴിയുന്നില്ല. അവിടെ ഒരു എക്സെപ്ഷൻ കേസ്, 1-2 കേസുകളുണ്ട്. ഇങ്ങനെ വളരെ ദുരിതമായി കിടന്നിരുന്ന അവര് ഒരു വെല്ലുവിളി ഏറ്റെടുക്കുന്ന പോലെ ഏറ്റെടുത്ത് ഫ്രണ്ടിലെത്തിയ കഥകളും നമ്മുടെ മുന്നിലുണ്ട്. ആ ഒരു കൺഫ്യൂഷനാണ് എനിക്ക് ഉണ്ടാക്കിയത്. അല്ല, ട്രൂ ആണ് സാർ. ആ PTSD വരെ അവർ പറയുന്നുള്ളൂ, പോസ്റ്റ് ട്രോമ സ്ട്രെസ് ഡിസോർഡർ എന്ന്. അപ്പോൾ ആ PTSDയുടെ ഒക്കെ കഥകൾ ഞാൻ ലിങ്ക് ചെയ്ത് നോക്കുമ്പോൾ എനിക്ക് അതാണ് തോന്നിയത്. സംടൈംസ് ഫിസിക്കൽ എക്സസൈസും ഇതൊന്നും നടക്കില്ല, സോഷ്യൽ സപ്പോർട്ടീവ് സിസ്റ്റമും ദെൻ അവരുടെ എംപവർമെന്റിൽ കൂടെ മാത്രം ഈ സോഷ്യൽ സപ്പോർട്ട് സിസ്റ്റം, ദെൻ ബേസിക്കലി അവരുടെ ഫുഡിന് ഉള്ള സപ്പോർട്ടീവ് സിസ്റ്റം മീൻസ് ന്യൂട്രീഷൻസ്, കൂടുതൽ സെൽസിനെ നന്നായിട്ട് ന്യൂട്രിയൻ്റ് ആക്കുക. ന്യൂട്രിയൻ്റ് ആക്കുമ്പോൾ തന്നെ സെല്ല് കുറച്ചുകൂടെ എംപവർ ആകും. സെല്ല് എംപവർ ആകുമ്പോൾ ക്രോമസോമ് എംപവർ ആകും. ക്രോമസോമ് എംപവർ ആകുമ്പോൾ അവരുടെ ടെലോമിയർ ഫുൾ ലെങ്ത്തിലോട്ട് എത്താൻ ശ്രമിക്കും. അപ്പം അടുത്ത് കുറച്ച് കഴിയുമ്പോൾ എത്തും. ഇങ്ങനെയാണ് ഞാൻ ഈ തിയറി വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് സർ. ഓക്കെ സർ. അപ്പോൾ ആ പറഞ്ഞ 4 സിസ്റ്റം മാത്രം പോരാ, അവരുടെ സോഷ്യൽ സപ്പോർട്ടീവ് സിസ്റ്റം കൂടെ വെച്ച് അവരെ എംപവർമെൻറ്റ്. അതാണ് നമ്മുടെ സൈക്കോളജിയിൽ അവരെ എപ്പോഴും പറയുന്നത്. PTSD ആൾക്കാരെയും ഇതേപോലെ ഏർലി ചൈൽഡ്ഹുഡിലെ എന്തെങ്കിലും അബ്യൂസ്മെൻറ്റ്, നമ്മൾ തന്നെ ഇപ്പം പല കേസുകൾ വായിക്കാറുണ്ടല്ലോ സാർ. സ്കൂളിലുള്ള കൊച്ചിനെ കുറേ കാലം ഡിപ്രസ്ഡ് ആയിരുന്നു, ലാസ്റ്റ് സൈക്കോളജിസ്റ്റ് കണ്ടെത്തി, ഹെഡ്മിസ്ട്രസ് അടുത്ത് പറഞ്ഞ് അവർ പോലീസിനെ അറിയിച്ച്, പോലീസ് വന്ന്, ചൈൽഡ് ഹെൽപ്പ് ലൈൻ വന്ന് അവരെ കൊച്ചിനെ പ്രൊട്ടക്ട് ചെയ്യാൻ തുടങ്ങി. ദെൻ ദേ ഗെറ്റ് അപ്ലിഫ്റ്റഡ്. അറിയാൽ അവരുടെ ആ പ്രശ്നം, ട്രോമ മനസ്സിനകത്തിരുന്ന് അല്ലെങ്കിൽ അവരുടെ ബ്രെയിനും അവരുടെ തോട്ട് ആൻഡ് എമോഷൻസിലിരുന്ന് മാറ്റുമ്പോൾ ദേ ഗെറ്റ് റൈറ്റ് എമോഷൻസ്. അങ്ങനെ ആയിരിക്കണം. എന്നെക്കാട്ടിലും കൂടുതൽ വേണം സാറിന് അറിയാം ഈ ഏരിയ. ഇല്ല, എന്റെ ഒരു ഡൗട്ട് അങ്ങോട്ട് ഇട്ടെന്നേ ഉള്ളൂ. ഈ പിന്നെ ഇതില് സെക്ഷൽ അബ്യൂസ് കുട്ടികൾക്ക് വന്ന് അവരോട്, അങ്ങനെ വരുന്ന കുട്ടികൾക്ക് എനിക്ക് വരുമ്പോൾ ഞാൻ അവരോട് ഒരു ചോദ്യം ചോദിക്കാറുള്ളൂ: നിങ്ങൾ തെറ്റുകാരിയാണോ? മോൾ അതിൽ തെറ്റുകാരിയാണോ? അല്ല സാർ, ഞാൻ അറിഞ്ഞു. വൈ യു ആർ വറിയിങ്? അയാളുടെ വിവരക്കേട് കൊണ്ട് മോളെ എന്തെങ്കിലുമൊക്കെ ഉപദ്രവിച്ചിരിക്കും. മോള് തെറ്റുകാരി അല്ല എന്ന് ഉറച്ചു വിശ്വസിക്കുക
then go ahead. അവരുടെ അമ്മയോട് പറയുന്നത്, നിങ്ങൾ ഇനി ഒരിക്കലും ഇത് നിങ്ങളുടെ വീട്ടിൽ സംസാര വിഷയമാക്കാനേ പാടില്ല. ഇറ്റ് ഈസ് Well, correct. ഓവർ. അവള് റിക്കവർ ചെയ്യാൻ നിങ്ങൾ ഹെൽപ്പ് ചെയ്യുക, അവൾക്ക് പുതിയ ആക്ടിവിറ്റീസ് കൊടുക്കുക, പുതിയ ആളുകളുമായി ബന്ധപ്പെടുത്തുക. അത് ഇഫക്റ്റീവായിട്ട് എനിക്ക് തോന്നാറുണ്ട് അതാണ് റിസൾട്ടിൽ. കറക്റ്റ് മെത്തേഡ് സാർ. ഞാൻ നോർമലി ചാണകം തീരിയാണ് പറയുന്നത്. ചാണകം തീരി എന്ന് പറയാൻ റോട്ടിൽ ഒരു ചാണകം കിടക്കുന്നു, അതിൽ ചവിട്ടിപ്പോയി കഴിഞ്ഞാൽ നിങ്ങൾ എന്നും നടക്കുന്ന പാതയാണ്. അപ്പം ചാണകത്തിന് കാല് കഴുകിയിട്ട് വീട്ടിനകത്ത് കയറുക. അതുകൊണ്ട് കാല് മുറിക്കാൻ പറ്റത്തില്ലല്ലോ എന്ന് പറയും. നോട്ട് ടു ബാദർ ഫോർ ദിസ്. ഇത് എൻ്റെ വേ ഓഫ് എക്സ്പ്രഷൻ ആണ്. സാറിൻ്റെ വേ കുറച്ചുകൂടെ സോഫ്റ്റർ ആണ്. ജോർജ് സാറേ ഉണ്ടോ? ഇന്ദിരാ മാം, മാധവൻ സാർ, വത്സല മാം, ജോർജ് സാർ, ആർക്കെങ്കിലും? ജോർജ് സാർ, പി ജോർജ് സാർ ഉണ്ടോ? മധുരാജ്, ഇത് എല്ലാവരും ആക്റ്റീവ് ലിസണേഴ്സ് ആണ് സാർ. താങ്ക് യു. ജോർജ് സാർ വന്നു. താങ്ക് യു നമസ്തേ സാർ. സാറേ, എളക്കും സാറേ, ഇന്നത്തെ ക്ലാസ് കേട്ടോ, ഇപ്പൊ ഈ പറഞ്ഞ പോലെ അത്രയൊന്നും എനിക്ക് അങ്ങ് ദഹിച്ചില്ല. ഞാൻ ഇനിയും അത് 1 or 2 വട്ടം കേൾക്കാൻ കാത്തിരിക്കുക. എന്തൊക്കെ പേരുകളാണ്! ഓ, എത്ര സങ്കീർണമാണ് ഇത്രയും ലഘൂകരിച്ച സാറ് പറയുന്നത്. പക്ഷെ അവനെയൊക്കെ ഒന്നുകൂടെ അടുത്ത് മനസ്സിലാക്കാൻ മാത്രമുള്ള ഒരു ശ്രമം നടത്തണമെന്ന് എനിക്ക് തോന്നി. ഈ ക്രോംസോം, അതുപോലെ എൻസൈംസ്, അങ്ങനെ കുറെ സങ്കീർണമായ പ്രവർത്തനങ്ങൾ ഉള്ളിൽ നടക്കുന്നുണ്ടെന്നുള്ളതൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷേ ഈ അനാട്ടമി ലെവലിൽ അങ്ങ് താഴെ അത്രയും വിഭജിച്ച് ഒന്നും മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. നന്നായി. ഏതായാലും ഒത്തിരി ഇൻഫർമേഷൻസ് വന്നു. ഇനി ഇവനൊന്നോടെ നമുക്ക് പാകപ്പെടുത്തണം, ഉൾക്കൊള്ളാൻ മാത്രം. താങ്ക് യു സാർ. താങ്ക് യു സാർ. താങ്ക് യു. ഓക്കെ. വേറെ ആരെങ്കിലും? ഹരി, ഷഫീല വന്നേ ഉള്ളൂ അല്ലേ? ഇന്ദിരാ മാം എന്തെങ്കിലും ഉണ്ടോ? ജിതിൻ, വിജയദാസ്. ഓക്കെ. അപ്പൊ താങ്ക് യു സാർ. സാറിന് കറക്റ്റ് ടൈമും ആയിട്ടുണ്ട് അല്ലേ? ശരി, അതെ സാർ. സാറിന് സെഷൻ ഉണ്ട്. ഓക്കെ. അപ്പൊ സി യു. താങ്ക് യു സാർ. വീണ്ടും നമുക്ക് ഇതുപോലെ താങ്ക് യു സാർ. എല്ലാവരും ഏതോ ഒരു വല്ലാത്ത ഒരു ഏരിയയിൽ കൊണ്ടുവന്ന് ഞാൻ വിളമ്പാൻ ശ്രമിച്ചു. അത് അബദ്ധമാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എനിക്കൊന്ന് ഇൻട്രസ്റ്റ് തോന്നി. അതുകൊണ്ട് ഞങ്ങളുടെ തമിഴിൽ പറയുന്ന യാമ്പറ്റ ഇൻപം ഈ വയ്യകം വരിക എന്ന് പറയും. അപ്പം എനിക്ക് കിട്ടിയ സുഖം ഈ ലോകത്തിനും പകർന്നു കൊടുക്കണമെന്ന്, അതുകൊണ്ട് ചെയ്തതേ ഉള്ളൂ. ഈ ജോർജ് സാർ പറഞ്ഞ പോലെ വലിയ വലിയ വാക്കുകളാണ്. ഞാൻ പരമാവധി ലഘൂകരിക്കാനാണ് ശ്രമിച്ചത് സാർ. കൂടുതൽ സെൽ തിയറിയിലോട്ട് എക്സ്ട്രാ പോയില്ല. ഒരു പിക്ചർ മാത്രം വെച്ചിട്ട് ദെൻ ആ ക്യാപ്പിൻ്റെ കവർ മാത്രമേ ഞാൻ സംസാരിക്കാൻ ശ്രമിച്ചുള്ളൂ. താങ്ക് യു സാർ. ബട്ട് എൻഡ് ഓഫ് ദി ഡേ എവറിത്തിങ് നമ്മൾ ഇന്നലെ വരെ സംസാരിച്ചത് തന്നെയാണ് ടോപ്പിക്. അതിന്റെ ബാക്ക്ഗ്രൗണ്ട് എങ്ങനെയാണെന്ന് മനസ്സിലാക്കുക അല്ലേ? അത് അത്രേ ഉള്ളൂ. ഓക്കെ സാർ. ഗുഡ് നൈറ്റ് ഓൾ. ഓക്കെ, ബൈ. സി യു. ഗുഡ് നൈറ്റ്. നാളെ നമുക്ക് തിരുക്കുറളാണ് കേട്ടോ. വരാൻ പറ്റുന്നവരൊക്കെ വരും. ഓക്കെ. ബാബു സാറേ, ഞാൻ ഇറങ്ങുക. അടുത്ത ക്ലാസ് ഉണ്ട്, 8 മണിക്ക് വേറൊരു ക്ലാസ് ഉണ്ട്, പോസിറ്റീവ് കമ്മ്യൂണിന്റെ. ആയിക്കോട്ടെ. ഓക്കെ. ശരി. എല്ലാരോടും താങ്ക് യു.